ഹരി നമസ്തേ. എല്ലാവർക്കും സ്വർഗവാതിൽ ഏകാദശി ആശംസകൾ. എല്ലാവരുടെ ജീവിതത്തിലും നന്മ സംഭവിക്കട്ടെ, സന്തോഷം വരട്ടെ, ദുഃഖങ്ങളെല്ലാം മാറട്ടെ. എന്താ പറയുക, ആരോഗ്യമുള്ള നല്ല ദിവസങ്ങൾ നമുക്ക് ഭഗവാൻ നൽകട്ടെ. ഇതാണ് നമ്മുടെ സ്വർഗവാതിൽ ഏകാദശി ദിവസം എനിക്ക് നിങ്ങൾക്കുള്ള വിഷസ്, എനിക്കും കൂടിയുള്ള വിഷസ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എന്താ പറയുക, ഗുരുവായൂരപ്പൻ്റെ കാരുണ്യവും ദേവിയുടെ അനുഗ്രഹവും എല്ലാം ഒത്തുചേർന്നപ്പോൾ ഒരു 90% എൻ്റെ ഹെൽത്ത് ഓക്കെയാണ്. ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സർജറി എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാനൊരു ഇഞ്ചക്ഷൻ പോലും വെക്കാൻ സമ്മതിക്കാത്ത ഒരാളാണ്. അതെന്നെ വളരെ അടുത്തറിയുന്ന എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് അറിയാം ഇതൊക്കെ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും ഡെസ്പായ ദിവസങ്ങളായിരുന്നു ഡോക്ടർ സർജറി പറഞ്ഞ ആ സമയം മുതൽ. അതാണ് മെൻ്റലി ഞാൻ അപ്സെറ്റ് ആയതുകൊണ്ടാണ് ക്ലാസ് എടുക്കാത്തത് പോലും. നിങ്ങൾ പലരും വിളിക്കുമ്പോഴും വളരെ കളിച്ച് ചിരിച്ച് സംസാരിച്ചാലും ഞാൻ വളരെയധികം അപ്സെറ്റ് ആയിരുന്നു. കാരണം അറിയാമല്ലോ, എല്ലാവർക്കും അതൊരു പേടിയല്ലേ. പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലരും എന്നോട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അമ്മൂസെ, അതൊക്കെ ശരിയാവും, അമ്മൂസ് പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞെങ്കിൽ കൂടിയും എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ട് ചോദിക്കും ചെയ്തു, എന്തിനാണ് എന്നെ പേടിപ്പിക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പം എന്നോട് ഇല്ല അമ്മൂസെ, ഒരു കുഴപ്പമില്ല, അത് ചെയ്യുക, അമ്മൂസിൻ്റെ ഹെൽത്ത് അല്ലേ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ എൻ്റെ വളരെ വളരെ ഹൃദയത്തോട് ഞാൻ ചേർത്ത് വെച്ച പലരും എനിക്ക് പറഞ്ഞെങ്കിൽ കൂടിയും എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ വിഷ്ണു സഹസ്രനാമം ഞാൻ ഒരിക്കലും കൈവിട്ടിട്ടില്ല. ലളിത സഹസ്രനാമം എല്ലാം ഇരുന്ന് ഞാൻ ജപിച്ച് കിച്ചൂട്ടൻ്റെ മുന്നിൽ കണ്ണീരോടുകൂടി ഞാൻ ചോദിച്ചു, കിച്ചൂട്ട, അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന അങ്ങേക്ക് എൻ്റെ വിഷമം മനസ്സിലാവുന്നില്ലേ? അങ്ങേക്ക് അറിയാലോ, അങ്ങനെ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കും ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ടും, ചിലപ്പം നാട്ടിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകാൻ, ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഇവിടുന്ന് മാറി നിൽക്കും. ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങണോ? എൻ്റെ ദേഹത്തൊരു കത്തി വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അങ്ങയോട് യാത്ര പറഞ്ഞ് ഇറങ്ങണോ എന്ന് ഞാൻ കിച്ചൂട്ടനോട് കണ്ണീരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ദിവസം രാത്രിയിൽ. അത്രയും വിഷമത്തോടെ ഞാൻ ചോദിച്ചു. കാരണം ഞാൻ എപ്പോഴും ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഭഗവാനോട്, ഭഗവാനെ ഞാൻ ഇന്ന സ്ഥലത്ത് പോയിട്ട് വരാം, ഞാൻ ഷൂട്ടിന് പോവാണ്, ഇത്ര സമയം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരുന്നത്, ചിലപ്പം കുറച്ചും കൂടെ ലേറ്റ് ആവും, എന്തായാലും ഞാൻ പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോൾ ഡോറ് തുറക്കുമ്പോൾ തന്നെ ഭഗവാനെയാണ് കാണുക. അപ്പം ഭഗവാനെ ഞാൻ എത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലങ്ങൾ ഞാൻ യാത്ര ചെയ്തത്. ആ ഭഗവാനോട് ഞാൻ ചോദിച്ചു, കിച്ചു, എൻ്റെ ദേഹത്ത് കത്തിവെക്കാനുള്ള ഒരു അവസരം കൊണ്ട്, അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങേണ്ട ഒരു അവസരം എനിക്ക് വെക്കുമോ കിച്ചു എന്ന് ചോദിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആ കുരു അങ്ങ് പൊട്ടി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ ആ കുരു പൊട്ടി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ വളരെ എക്സൈറ്റഡ് ആയിപ്പോൾ, ഇല്ല മാം, അതിന് ചാൻസ് ഇല്ല, കാരണം അത് പുറത്തല്ല, അത് ഉള്ളിലാണ്, ചാൻസേ ഇല്ല. ഞാൻ പറഞ്ഞു, ഇല്ല സർ, അത് ഇങ്ങനെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ വരാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്നോട് പറഞ്ഞു, യെസ്, അത് കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. എനിവേ, ഇനി നമുക്ക് എന്തായാലും ഒരു 7 days കഴിയാതെ എക്സാമിൻ ചെയ്യാൻ പറ്റില്ല എന്ന്. കാരണം ആ സമയത്ത് എനിക്ക് സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ആ സമയത്ത് എക്സാമിൻ ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു 3 ദിവസം കൂടെ കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ 99% ഐ എം ഓക്കെ. എനിക്ക് സുഖമായിരിക്കാം. എന്താ പറയുക, ഞാൻ വളരെ ഹാപ്പിയാണ്. ആ സമയങ്ങളെല്ലാം തന്നെ അന്നദാനമൊക്കെ കുറേ പെൻഡിങ് ചെയ്യാൻ പറ്റി. ഒരുപാട് സന്തോഷം. എല്ലാവരുടെയും തൃപ്പാദങ്ങളിൽ നമസ്കാരം. ഒരുമിച്ച് നിന്നതിന്, പ്രാർത്ഥിച്ചതിന്, ഒപ്പം നിന്നതിന്, ആശ്വസിപ്പിച്ചതിന്, ചേർത്ത് പിടിച്ചതിന്. കാരണം പണമോ പേരോ പ്രശസ്തിയോ ഒന്നുമല്ല വലുത്. ആരോഗ്യത്തോടെ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ധൈര്യം പകരുന്നതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഓരോ നിമിഷവും ഓരോരുത്തരും വിളിച്ച് മാതാജി പ്രാർത്ഥിക്കുന്നു, ഒന്നും വരില്ല. 2 ചെവി നിറച്ചും ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ വാക്കുകളായിരുന്നു. ഓരോ മെസ്സേജുകളിലൂടെയും ഞാൻ കേൾക്കുന്നത് ആ വാക്കുകളായിരുന്നു. അതിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എനിക്ക്. അതുപോലെ ഹരിഹരമണി അച്ഛൻ എനിക്ക് ധന്വന്തരി മന്ത്രം ഇട്ടെന്നു, മോളെ ഇത് വായിക്കണം, ഇത് ജപിക്കണം, ഞങ്ങളും ജപിക്കുന്നുണ്ട്, ഒന്നും വരില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ലാലി മാതാജി ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് പോയി വലിയ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നു. പലരും എൻ്റെ പേരിൽ അന്നദാനം ചെയ്യുന്നു, പലരും ജപിക്കുന്നു, പലരും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്തുതിയൊക്കെ എനിക്ക് ഓരോ സെക്കൻഡും എനിക്കിങ്ങനെ, അമ്മ ഒന്നും ഉണ്ടാവില്ല, അമ്മൂസ് ധൈര്യമായിട്ട് ഇരിക്കണം, തളരരുത്, എന്താ അമ്മു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ പറഞ്ഞില്ലേ, പേരെടുത്ത് പറയാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ എന്താ പറയുക, ഇങ്ങനെ എനിക്ക് ഓരോ നിമിഷവും എനിക്കൊരു ആശ്വാസം പകർന്നു. ഒരുപാട് സന്തോഷം. ഈ വൈകുണ്ഠ ഏകാദശി ദിവസം ഞാൻ അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുകയാണ്. ഓരോരുത്തരെയും പാദങ്ങളിൽ തൊട്ട് തന്നെ ഞാൻ നന്ദി പറയാണ്.
ഇതാണ് ഏറ്റവും വലിയൊരു സ്നേഹം, ഏറ്റവും വലിയൊരു കരുതൽ, ഏറ്റവും വലിയൊരു ആശ്വാസം. അതിൻ്റെ അപ്പുറത്തേക്ക് എന്തുള്ളൂ? വ്യക്തിബന്ധങ്ങൾക്കെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് എന്താ പറയുക സ്ഥാനമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു. കാരണം അത്രയും ഞാൻ പേടിച്ച സമയങ്ങൾ, ആർക്കായാലും ഒരു പേടി ഉണ്ടാവില്ലേ? പേടിച്ച സമയങ്ങൾ, തളർന്നു പോയ നിമിഷങ്ങൾ. കാരണം ഒരുപാട് കാര്യങ്ങൾ, കമ്മിറ്റ് ചെയ്ത ഷൂട്ട് ഒരു സൈഡിൽ, മഞ്ജരീസിൻ്റെ അന്നദാനങ്ങൾ, യാത്ര, ഞാൻ കമ്മിറ്റ് ചെയ്ത പല പല കാര്യങ്ങൾ, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിൽ കിടന്നു പോവാന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ ഭഗവാൻ കാത്തു. എന്നും എന്നും നിങ്ങളോടും ഭഗവാനോടും ഒരുപോലെ കടപ്പെട്ടിരിക്കും. പിന്നെ നമ്മുടെ ശ്രീധരൻ പ്രഭുവിൻ്റെ സഹായത്തിലേക്ക് ഒരുപാട് പേര് സഹായിക്കുന്നു. കുറേ പേരുടെ ഞാൻ ലിസ്റ്റ് എടുത്തിട്ടിട്ടുണ്ട്, ഇനിയും ഇട്ടുതരാം. അമ്പാടിയുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നു. ഹോസ്പിറ്റലിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരും ദിവസങ്ങളിൽ വരും. പിന്നെ ഗുരുവായൂരുള്ള അന്നദാനം പെൻഡിങ്സിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, വൃന്ദാവനത്തിൽ കൊടുക്കും. പിന്നെ വീൽ ചെയറിൻ്റെത് എത്തിയിട്ടില്ല, അത് മുന്നും പിന്നും എത്തിയിട്ടില്ല, എത്തിക്കണം. എത്തിച്ചിട്ട് വേണം പാവത്തിന് ഒരെണ്ണം വാങ്ങിച്ചു കൊടുക്കാൻ. പിന്നെ ഇവിടെ പെൻഡിങ് വന്നിരിക്കുന്ന അന്നദാനങ്ങൾ മോസ്റ്റ്ലി കഴിഞ്ഞു. ഇനി 147, 150 അന്നദാനം അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള അന്നദാനങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ വേറെന്താ നമ്മൾ പറഞ്ഞത്, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരുനെല്ലി പോകണം. കുറച്ച് പൈസ അവിടെ കൊടുക്കാനുണ്ട് തിരുനെല്ലിയിൽ. നമ്മുടെ കുറച്ച് കാലം മുന്നേ നമ്മൾ കളക്ട് ചെയ്ത സുധിച്ചേട്ടൻ്റെ ഫാമിലിക്ക് കൂടി ഉള്ളതും ചേർത്ത് ഞാൻ തിരുനെല്ലിയിൽ കൊടുക്കും. സാധിക്കുന്നവർ വരിക, നമുക്ക് ഒരുമിച്ച് പോകാം തിരുനെല്ലിയിൽ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ്. ബ്രഹ്മഗിരി ഹിൽസൊക്കെ വളരെ സന്തോഷമുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ അവന്തിക മോളുടെ ഫീസ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതിലേക്കും ഇനിയും കുറച്ച് മെസ്സേജ് നോക്കാനുണ്ട്, നോക്കാം. തുടർച്ചയായി എൻ്റെ പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും, എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതിന്, എനിക്കൊരാപത്ത് വന്നപ്പം എനിക്കൊപ്പം നിന്നവരാണ് നിങ്ങളെല്ലാവരും. പലരും ഇങ്ങോട്ട് വരാൻ തയ്യാറായി എന്നുള്ളതാണ്, മഞ്ജരീസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം. സുധി പോലെ എന്നോട് പറഞ്ഞു, ഞാൻ വരാം മൂസേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂ, ഹോസ്പിറ്റലിൽ വേണമെങ്കിൽ നിൽക്കാം, എനിക്കൊരു വിരോധവും ഇല്ല, വരാം. ഞാൻ പറഞ്ഞില്ലേ, ഈ വാക്കുകളാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയുന്നത്. വിജയ് പ്രഭു, പലരും, ഒരുപാട് പേര്, ഒത്തിരി പേര്, സന്തോഷേട്ടൻ, എനിക്ക് മഞ്ജരീസിലെ അമ്മമാർ, ഒരുപാട് അമ്മമാർ, ഓമന അമ്മ, പ്രസന്ന അമ്മ, ജയന്തി അമ്മ, ഒത്തിരി പേര്, ഒരുപാട് പേര്, പേരെടുത്ത് പറയാവുന്നതിലും അധികം ആളുകൾ. കാരണം പലരുടെ പേരും എനിക്കറിയില്ല, അമ്മയെന്ന് വിളിക്കുന്നത് കൊണ്ട് പേരറിയില്ല. ഒരുപാട് പേര്, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും അമ്മയ്ക്ക് എഴുന്നള്ളത്തിന് ഞാനിവിടെ ഒരു ഹാരം കൊടുക്കാറുണ്ട്. ഈ വർഷം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പം അമർ എന്നോട് പറഞ്ഞു, ചേച്ചി എന്തിനാ വിഷമിക്കുന്നത്, ഞാൻ എത്തിച്ചോളാം എന്ന് പറഞ്ഞു. അറ്റ് ദ കറക്റ്റ് മൊമെൻറ്റിൽ അമർ അത് സഹായിച്ചു, അവിടെ എത്തിച്ചു. അങ്ങനെ എന്താ ഞാൻ പറയേണ്ടത്, ഒരുപാട് പേര്. എനിക്ക് ഒത്തിരി സന്തോഷം. ഇപ്പം എനിക്ക് ഇരിക്കാം, ഓടാം, ചാടാം. ഇന്ന് മുതൽ ഞാൻ ജിമ്മിലും പോയി തുടങ്ങും. പഴയതുപോലെ റൊട്ടീൻ ലൈഫിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. നമസ്തേ, ഹരേ കൃഷ്ണ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഹാപ്പി അല്ലേ? അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് സ്വർഗവാതിൽ ഏകാദശി. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ശാന്തിയും ഭക്തിയും എല്ലാം ഉണ്ടാവട്ടെ. എല്ലാവരുടെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. സമസ്ത ദുരിതങ്ങളും മാറി നന്മയുടെ ദിവസമായി മാറട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ. ഒരു ദിവസം പോലും മഞ്ജരീസിലൂടെ ഒരാളുടെ വിഷമം പോലും കേൾക്കേണ്ട അവസരം ഒരാളുടെ ജീവിതത്തിലും ഭഗവാൻ വെക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ഓരോ ദിവസവും ഭഗവാന്റെ മുമ്പിൽ തുടങ്ങുന്നത്. ഇന്നും കൂടെ കഴിഞ്ഞ് നമുക്ക് നാളെ മുതൽ ഭഗവാന് ഹാരം ചാർത്താം. എല്ലാം പഴയ പോലെ നടക്കട്ടെ. ഒത്തിരി സന്തോഷം. പേര് പറയാത്തവരൊന്നും വിഷമിക്കരുത്. എല്ലാവരും ഇവിടെ എൻ്റെ ഹൃദയത്തിലുണ്ട്. ഞാൻ അത്രയും ചേർത്ത് പിടിച്ചിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ. ഓക്കെ, ചണ്ഡിക ഹോമങ്ങളെല്ലാം നമുക്ക് തുടർന്ന് വീണ്ടും തുടങ്ങണം. അമ്മയുടെ തിരുസന്നിധിയിലെത്തണം. എല്ലാം തീർച്ചയായിട്ടും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, കിച്ചൂട്ടൻ്റെ മുന്നിൽ കിച്ചൂട്ടൻ ആരാണെന്ന് ഞാൻ ചോദിച്ച ദിവസങ്ങളാണിതൊക്കെ. രമണൻ പ്രഭു, അങ്ങ് ഹാപ്പി ആയില്ലേ? അങ്ങയുടെ പ്രയാസങ്ങളും ഒക്കെ ഭഗവാൻ മാറ്റി. അങ്ങ് ധൈര്യമായിട്ടിരിക്കും. മകൻ്റെ കല്യാണത്തിന് ഞാൻ വരും. ഒരു കല്യാണങ്ങൾക്കും ഞാൻ കൂടാറില്ല, പക്ഷെ അങ്ങയുടെ മകൻ്റെ കല്യാണത്തിന് ഞാൻ വരും. പിന്നെ ആരാണ് കിച്ചൂട്ടൻ എന്ന് എനിക്കറിയില്ല കേട്ടോ. സത്യത്തിൽ എനിക്കറിയില്ല ഇദ്ദേഹം ആരാണെന്ന്. ഞാനൊരു പേര് ചൊല്ലി വിളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അനേകായിരങ്ങൾക്ക് അദ്ദേഹം ആശ്വാസമാകുന്നു. പലരുടെയും പ്രാർത്ഥന കേൾക്കുന്നു. ഓരോരുത്തരും ഓരോ അത്ഭുതങ്ങൾ ഇട്ട് തരുന്നു. അതൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല. എപ്പോഴും അദ്ദേഹത്തിൻ്റെ കാരുണ്യം നിങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ.
എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും. സുശീല മാതാജി. ഗുരുവായൂർ മഞ്ജരീസ് കോൺടാക്ട് നമ്പർ 9342494941 93 42 49 49 41. മഞ്ജരീസ് ഗ്രൂപ്പിലേക്ക് ആഡ് ആവാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തരാം. നകുൽ പ്രഭു, ഞാൻ അയച്ചു തരാം കേട്ടോ കുങ്കുമം. അങ്ങനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിച്ച് ഇന്ന് നാളെ എന്ന് പറഞ്ഞിട്ട് എളുപ്പം അയച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഗീതാ പഠന ക്ലാസ് നമ്മൾ പഠിച്ചത് എവിടം വരെയാന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 6-ാം അധ്യായത്തിൽ എത്രാമത്തെ ശ്ലോകമാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? മറന്നുപോയോ? മറന്നുപോയില്ലേ? എനിക്കറിയാം. താങ്ക് യു അജിത് പ്രഭു. മറന്നുപോയോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. എത്രാമത്തെ 6-ാമത്തെ അധ്യായത്തിൽ നമ്മൾ എത്രാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞതെന്ന് വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കേ. തെറ്റിപ്പോലൊന്നും കുഴപ്പമില്ല, സാരില്ല. നമ്മളല്ലേ, നമ്മളൊരു കുടുംബമല്ലേ, നമ്മൾക്കുള്ളിൽ എന്ത് തെറ്റും ശരിയും. വെറുതെ ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. 42. ആരാ പറഞ്ഞത്? സീതാ ബാലൻ മാതാജി. നമസ്തേ മാതാജി, ഒരുപാട് സന്തോഷം. നിങ്ങളൊക്കെ ഉണ്ടായിട്ടല്ല അമ്മ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ എൻ്റേതെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? വല്ലപ്പോഴും കൊടുക്കുന്ന ഒരു അന്നദാനം എൻ്റെ പേരിൽ, വല്ലപ്പോഴും. പിന്നെ എന്തെങ്കിലും ചണ്ഡികാ ഹോമൊക്കെ വരുമ്പം സഞ്ജയ് എന്നുള്ള പേരിൽ, മോൻ്റെ പേരിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ എപ്പോഴെങ്കിലും ഇങ്ങനെ അവന്തിക മോളുടെ ഫീസ്, നമ്മുടെ ശ്രീധരൻ പ്രഭുവിൻ്റെ ഹെൽത്ത് പ്രശ്നങ്ങൾ, അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ എന്നെ കൊണ്ടാവുന്ന വല്ല 500, 1000, 2000 എന്തെങ്കിലും എനിക്ക് ആ സമയത്ത് കയ്യിലുള്ളതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യും. അതർവൈസ് ഞാൻ എന്താ അമ്മയെ ചെയ്യുന്നത്? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. എല്ലാം നിങ്ങൾ എൻ്റെ അടുത്ത് തരുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒരു ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അമ്മേ. നിങ്ങളാണ് അതിൻ്റെ പിൻബലവും ബാക്കിൽ നിൽക്കുന്നതും. അല്ലാതെ ഞാനൊന്നുമല്ല അമ്മേ. ഞാനിതൊരു സിമ്പിളാണെന്ന് കാണിക്കാനൊന്നും പറയുന്നതല്ല. ഞാനൊന്നുമല്ല. നിങ്ങളെല്ലാവരും കൂടി നിന്നപ്പോഴാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ അമ്മേ. അതർവൈസ് ഞാനൊന്നുമല്ല. അപ്പോൾ 42-ാമത്തെ ശ്ലോകമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. സാറല്ലേ കവിതാ മാതാജി? 43-ാമത്തെ ശ്ലോകത്തിലേക്ക് നമുക്ക് പോകുന്നു. വൈകുണ്ഠ ഏകാദശി ദിവസം, സ്വർഗവാതിൽ ഏകാദശി ദിവസം എന്താണ് ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ. തത്രതം ബുദ്ധി സംയോഗം ലവതേ പൗർവദേഹികം യയതേ ച തതോ ഭൂയ സംസ്ഥിത കുരുനന്ദന. എന്താണ് അതിന്റെ അർത്ഥം എന്ന് ആലോചിച്ച് നോക്കാം. അനിൽ പ്രഭു. ഓക്കെ, നോ പ്രോബ്ലം. മനീഷയുടെ കല്യാണം നടക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. അത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയാണ്, പാവാണ്. സുബീഷ മാതാജിന്റെ മോളാണ്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ എളുപ്പം കേൾക്കും. മനീഷ മോൾക്ക് നല്ലൊരു കല്യാണം വരാൻ പ്രാർത്ഥിക്കണം. ഓക്കെ. അങ്ങനെ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ട്. ഇന്നലെ ബേബി അമ്മയുടെ വീട് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഫീൽ ചെയ്തു. ഇതെല്ലാം ഒന്ന് തീരട്ടെ. ഇപ്പം ഞാൻ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ചാരിറ്റിയൊക്കെ കഴിഞ്ഞിട്ട് ബേബി അമ്മയുടെ വീടിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. വല്ലാത്തൊരവസ്ഥയാണ് എനിക്ക്. നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഉള്ളതാണ്. നോക്കട്ടെ, എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കണം. ഇതൊക്കെ ഒന്ന് കഴിയട്ടെ, ഞാൻ പറയാം. ഓക്കെ. അപ്പം 43-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ കുരുനന്ദന, അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ യോഗിക്ക് മുജ്ജന്മത്തിലെ ദിവ്യബോധം തിരിച്ചു കിട്ടുന്നു. ആധ്യാത്മികമായി പൂർണ്ണ വിജയം നേടാൻ വേണ്ടി അയാൾ പ്രയത്നം തുടരുന്നു. എന്താണ്? അങ്ങനെ വീണ്ടും പിറക്കുമ്പോൾ, നമ്മൾ ഒരു ജന്മം കഴിഞ്ഞ് അടുത്ത ജന്മത്തിലേക്ക് നമ്മൾ വീണ്ടും പിറക്കുമ്പോൾ, വീണ്ടും ജനിക്കുമ്പോൾ യോഗിക്ക് മുജ്ജന്മത്തിലെ ദിവ്യബോധം തിരിച്ചു കിട്ടുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മൾ ചില സമയത്ത് ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഇതുപോലൊരു സിറ്റുവേഷൻ ഞാൻ എവിടെയോ കണ്ടിരുന്നു, ഇതുപോലെ എന്നോട് ആരോ സംസാരിച്ചിരുന്നു, ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ചിലപ്പോൾ ഒരു സ്ട്രൈക്ക് ചെയ്യാറില്ലേ? എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ അത് എവിടെയാന്ന് ഓർത്ത് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാറില്ലേ ആശാമാതാജി? അങ്ങനെ നമ്മൾ ആലോചിക്കാറില്ലേ ചില സന്ദർഭങ്ങളിൽ? അതെന്താ അറിയോ? നമ്മുടെ 6th സെൻസ് പ്രവർത്തിക്കുന്നതാണ്. പൂർവ്വജന്മത്തിൽ നമ്മൾ അനുഭവിച്ച അതേ സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ നമ്മുടെ ഹൃദയത്തിൽ അത്രയും എന്താ പറയാ, ഇങ്ങനെ തങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ഹൃദയത്തിൽ അങ്ങോട്ട് നമ്മൾ പോലും അറിയാതെ തങ്ങി നിൽക്കുമ്പോൾ അതിന്റെ ഓർമ്മകൾ വീണ്ടും നമ്മളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് പിന്നെ ഉണ്ടാവുന്ന ജന്മത്തിൽ നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുന്നത്. മനസ്സിലായില്ലേ? ഉറപ്പായിട്ട് രജനി മാതാജി. ഓക്കെ. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവുന്നത്, നമുക്ക് അങ്ങനെ ഒരു പൂർവ്വ ജന്മത്തിലെ ചില സിംറ്റംസ് നമുക്ക് ഉണ്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോ
എന്താ പറയുന്നത്, നമുക്ക് കഴിഞ്ഞ കുറേ ജന്മങ്ങളുണ്ട്. ആ ജന്മത്തിലെ ചില മറക്കാനാവാത്ത കാര്യങ്ങൾ നമ്മുടെ തലച്ചോറിൽ, നമ്മുടെ മനസ്സിൽ അങ്ങനെ കിടക്കും, അടിയുറച്ച് കിടക്കും. അത് നമ്മൾ എത്ര ജന്മം എടുത്താലും നമ്മളിലേക്ക് അത് കടന്നു വരും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പൊ നമ്മളെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ച് അത് കഴിഞ്ഞ് അത് പോയെന്ന്. ഒരിക്കലും ഇല്ല. അതവിടെ ഉണ്ട്, അവരുടെ പ്രസൻസ് അവിടെ ഉണ്ട്. നമ്മൾക്ക് അത് അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അത് ഓൾറെഡി അവിടെ ഉണ്ട്. മനസ്സിലായില്ലേ? മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അവസാന വാക്കല്ല. അത് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഉണ്ട്. അത് ഓർത്തോളൂ. കാരണം നമ്മൾ വിചാരിക്കും, ഓ അവര് മരിച്ചു, അവരെ കത്തിച്ചു, അതോടുകൂടി ഇനി കഴിഞ്ഞു. നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ സംഭവം അവിടെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതേക്കുറിച്ച് വിശദമായി ഗരുഡ പുരാണത്തിൽ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം നിങ്ങൾക്ക് മുന്നോട്ട്. കഴിയുന്നതും ഇനി ക്ലാസ്സുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ. മുജ്ജന്മത്തിലെ അതീന്ദ്രിയാവബോധം പുനരുജ്ജീവിപ്പിക്കുന്നതിന് കിട്ടുന്ന നല്ല ജനനത്തിന് ഉദാഹരണമാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ എന്ത് ചെയ്തോ, നന്മ ചെയ്താൽ, ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് നന്മ ചെയ്തിട്ട് നമ്മൾ പറയും, ഭഗവാനെ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എനിക്കൊന്നും ശരിയാവുന്നില്ല എന്ന് നമ്മൾ പറയും. പക്ഷെ അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നെ പോവുക. ഭഗവാൻ നമുക്ക് അതിനുള്ള ആൻസർ തരും. നമ്മളെ മക്കളെ നോക്കുന്നത് അവർ നാളെ നമ്മളെ നോക്കുന്നു വിചാരിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. അങ്ങനെ നോക്കുന്നു വിചാരിച്ച് നമ്മൾ ഒരു മക്കളെയും വളർത്തണ്ട. ഇവിടെ എൻ്റെ അച്ഛൻ പോലും പറയാറുണ്ട്, ഞാനിപ്പം നിന്നെയും രാജുവിനെയൊക്കെ വളർത്തി, നിങ്ങൾ എന്നെ നോക്കുന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കില്ല. നോക്കിയാലും കുഴപ്പമില്ല, നോക്കിയില്ലേലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ കടമ ചെയ്യുന്നു. ഇതാണ് പറയാറ്, അല്ലെ? നമ്മളും അങ്ങനെ തന്നെയാ പറയാറ്. അപ്പോൾ നമ്മൾ ഒരിക്കലും മക്കളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. കാരണം തലമുറ വേറെയാണ്, വേറെ തലമുറയിലോട്ടാണ് അവർ വളർന്നു വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ കടമ ചെയ്യുന്നു. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ കടമകൾ ചെയ്യുക. അത് നന്മ മാത്രം ചെയ്യുക, തിന്മ ചെയ്യേണ്ട. കാരണം എന്താ പറയുക, നമ്മൾ എത്ര നന്മ ചെയ്താലും കലിയുഗത്തിൽ നമ്മൾ തിന്മ ചെയ്തതിന്റെ ഫലം നമുക്ക് കിട്ടുക. അത് ആരോടായാലും അങ്ങനെയാണ്. നമ്മൾ എത്ര സ്നേഹിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ചാലും നമ്മൾ പോലും അറിയാണ്ട് എന്താ ചെയ്യുക, എന്താണ്, അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ എത്ര നന്മ ചെയ്താലും നമുക്ക് കിട്ടുന്നത് തിന്മയാണ്. അത് വാസ്തവ. നമ്മൾ എന്തോരം കുടുംബങ്ങളെ നോക്കിയാലും, കൂട്ടക്കാരെ നോക്കിയാലും, കൂട്ടുകാരെ നോക്കിയാലും, നന്മ ചെയ്താലും നമുക്ക് തിന്മയെ കിട്ടൂ. അത് ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. അതിൽ നമ്മൾ വേദനിക്കരുത്, കരയരുത്. ഞാൻ എപ്പോഴും നിങ്ങളോട് അതാ പറയാറ്. ഒരിക്കലും തളരരുത്. കാരണം എന്താ അറിയോ, നമ്മൾ അവരിൽ നിന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നത്. കുറ്റങ്ങളും കുറവുകളും മാത്രമേ നമുക്ക് ഉണ്ടാവൂ. അതൊന്നും സാരമില്ല, അതൊക്കെ പോട്ടേന്ന് വിചാരിച്ച് മാറ്റി നിർത്തുക. നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ വരാം രമണൻ പ്രഭു അങ്ങേ കാണാൻ. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് പോവാം. അതിന്റെ ഫലം ഭഗവാൻ നിശ്ചയമായിട്ടും നമുക്ക് തരും. അപ്പോൾ ഈ ജന്മത്തിൽ അനുഭവിക്കാണ്ട് ഇനി എന്തെന്ന് അങ്ങനെ ചിന്തിക്കരുത്. കാരണം കഴിഞ്ഞ ജന്മത്തിൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ജന്മങ്ങൾ നമുക്കുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അത് ഭഗവാൻ നിശ്ചയിക്കുന്നതാണ്. എങ്കിലും നമ്മളിപ്പോൾ ഒരു സ്ഥലം വാങ്ങിയിടുന്നത് എന്തിനാണ്? ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ നാളെ നമ്മൾ ഉണ്ടോന്ന് നമുക്ക് ഉറപ്പുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ വിശ്വാസത്തോടെ വാങ്ങിയിടുന്നുണ്ടെങ്കിൽ അതേപോലെയാണ് ജന്മങ്ങൾ. ഈ ജന്മം നമ്മൾ പെർഫെക്റ്റ് അല്ല, ആരും പെർഫെക്റ്റ് അല്ല. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോയി, അതൊക്കെ ഇനി തിരുത്തണം. നമുക്ക് തിരുത്തി നന്മയിലേക്ക് പോകുമ്പോൾ ഇതിന്റെയൊക്കെ റിസൾട്ട് ഭഗവാൻ ഇനി വരുന്ന സമയങ്ങളിൽ നമുക്ക് തരും. ഓക്കെ, അത് ഉറപ്പായിട്ടും തരും. അപ്പോൾ അങ്ങനെ ഒരു നല്ല കാര്യം നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്താൽ അതിനുള്ള ഒരു ഉദാഹരണം ഭഗവാൻ എങ്ങനെ തരുന്നറിയോ? ബ്രാഹ്മണ കുലത്തിൽ നമ്മൾ ജനിക്കുന്നു പറയുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഒരുപാട് നന്മ ചെയ്തിട്ട് ഈ ജന്മം നമ്മൾ എടുക്കുമ്പോൾ ഈ ജന്മത്തിൽ ഭഗവാൻ നമ്മളെ ബ്രാഹ്മണ കുലത്തിൽ ജനിപ്പിക്കും. എന്നാ പിന്നെ ചില ആളുകളുണ്ട് ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണീയ രീതിയേ അല്ല ജീവിക്കുന്നത്. വളരെ മോശം സാഹചര്യത്തിലേക്ക് അവരുടെ ജീവിതം വഴിമാറും. അവർക്കൊരിക്കലും മാപ്പില്ലാതെ വേണം പറയാൻ. അങ്ങനെ പോലെ അവർക്ക് ഒരിക്കലും മാപ്പുണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് കിട്ടാൻ പോണത് വലിയ വലിയ ആപത്തുകളാണ്. അത് ഈ ജന്മം തന്നെ അവർ അനുഭവിക്കും. അതാണ് ഈ ബ്രാഹ്മണ കുലത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണൻ. പക്ഷെ ബ്രഹ്മത്തെ അറിയാനുള്ള അവസരം കിട്ടിയിട്ടും ആ കുലത്തിൽ നിന്ന് സ്കിപ്പായി താഴ്ന്ന അധപ്പതിച്ച അവസ്ഥയിലേക്ക് ജീവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആപത്ത് വളരെ വലുതാണ്. അതേസമയം താഴ്ന്ന കുലത്തിൽ ജനിച്ചിട്ടും ബ്രഹ്മത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ബ്രാഹ്മണനെ പോലെ ജീവിക്കാൻ ശ്രമിക്കുന്ന വ്യക്തിക്ക് ഭഗവാനിൽ നിന്ന് കിട്ടുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ അനുഗ്രഹമാണ്. മനസ്സിലാണ്? ചിന്തിക്കുന്നതിലും വലിയ അനുഗ്രഹമാണത്. അപ്പോൾ
ബ്രാഹ്മണകുലത്തിൽ തന്റെ മൂന്നാമത്തെ ജന്മമെടുത്ത ഭരത മഹാരാജാവ് ലോക ചക്രവർത്തിയായിരുന്നു. ബ്രാഹ്മണകുലത്തില് തന്റെ മൂന്നാം ജന്മമെടുത്ത, ബ്രാഹ്മണകുലത്തിൽ തന്നെ അമ്മ ആരോഗ്യത്തോടെ ഇരിക്കൂ, ഹെൽത്തി ആയിട്ട് ഇരിക്കൂ അമ്മനാമ്മ, ഓക്കെ, കെയർഫുൾ ആയിട്ട് ഇരിക്കൂ. -5 ആണ് ടെമ്പറേച്ചർ US അല്ലേ, സേഫ് ആയിരിക്കും അമ്മ. അപ്പൊ ബ്രാഹ്മണ കുലത്തില് മൂന്നാമതും ജനിച്ച ആളാരാണ്? ഭരത മഹാരാജാവ്. അദ്ദേഹം ആരാണ്? ലോക ചക്രവർത്തി ആയിരുന്നു എന്നാ പറയുന്നത്. അപ്പോ അദ്ദേഹത്തിന്റെ വാഴ്ചയ്ക്ക് ശേഷമാണ്, അതായത് അദ്ദേഹം ഈ ഭൂമി നോക്കി നടത്തിയതിന് ശേഷമാണ് ദേവന്മാരാൽ ഭാരതവർഷം എന്ന് വിളിക്കപ്പെട്ടത്. അപ്പൊ ഭരതരാജാവ് ബ്രാഹ്മണ കുലത്തിൽ 3 തവണ ജന്മമെടുത്ത് ഈ ലോകം അദ്ദേഹം നോക്കിയതിന് ശേഷം, ഭരിച്ചതിന് ശേഷമാണ് ദേവന്മാര് നമ്മുടെ ഈ ലോകത്തെ എന്തെന്ന് വിളിക്കുന്നത്? ഭാരതവർഷം എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലേ? ഭരതമുനിയുടെ പേരാണ് ഭാരതത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഇളാവൃത വർഷം എന്നായിരുന്നു പേര്. ഈ ഭൂമിക്ക് ഉണ്ടായിരുന്ന പേരെന്താ? ഇളാവൃത വർഷം. ഇനി അത് തെറ്റിപ്പോവില്ലല്ലോ, ക്ലിയർ ആയില്ലേ? ഭരതമുനിയുടെ പേരിനോടനുബന്ധിച്ചാണ് നമ്മുടെ ഈ ഭൂമിക്ക് ഭാരതവർഷം എന്ന പേര് വന്നത്. അതിനു മുമ്പ് ഇളാവൃത വർഷം എന്നായിരുന്നു പേര്. ഓക്കെ, ഇളാവൃത വർഷം എന്നായിരുന്നു പേര്. ഈ ചക്രവർത്തി യൗവനകാലത്ത് തന്നെ ആജ്ഞാനാർത്ഥിയായി ഭരണത്തിൽ നിന്ന് പുറത്തുപോയി. ഇദ്ദേഹം എന്ത് ചെയ്തു? യൗവനകാലമായപ്പം ഇനി കുറെ കാര്യങ്ങൾ പഠിക്കണം, ഇങ്ങനെ നിന്നിട്ടൊന്നും കാര്യമില്ല, അധികാരങ്ങളെക്കാളൊക്കെ വലുതാണ് വേറെ എന്താ പറയാ കൂടുതൽ ജ്ഞാനം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? നേരെ ഭരണത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ടോ പക്ഷെ അദ്ദേഹത്തിന് അതിൽ വിജയിക്കാൻ സാധിച്ചില്ല എന്നാ പറയുന്നത്. അടുത്ത ജന്മത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ തന്നെ ജനിച്ചു. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളത് കൊണ്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? ബ്രാഹ്മണനെ പോലെ ജീവിക്കണം, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്ന് കരുതിക്കൊണ്ട് അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ചാല് ഇതൊന്നല്ല വലുത്, കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോൾ എന്താ ഉണ്ടായത്? നേരെ അദ്ദേഹം പുറത്തേക്ക് വന്നു. പക്ഷെ അതിൽ വിജയിക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാല് അന്വേഷിച്ചറിയാൻ ശ്രമിച്ച കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയാൻ പറ്റില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ ബ്രാഹ്മണ കുലത്തിൽ ജന്മം കൊടുത്തു എന്നാ പറയുന്നത്. ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതെല്ലാം പഠിക്കും അല്ലെ, ബ്രഹ്മത്തെ നമ്മൾ അറിയും. അവിടെ എപ്പോഴും ജനങ്ങളിൽ നിന്ന് അകന്നും ഒന്നും സംസാരിക്കാതെയും ജീവിച്ചു പോന്ന അദ്ദേഹത്തിന് ഒരു പേര് കിട്ടി. എന്താണ്? അവിടെ എപ്പോഴും ആ കുലത്തിൽ ജീവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ആരോടും അധികം ജനങ്ങളിൽ നിന്ന് അകന്നകന്ന് നിന്നു. കൂടുതലൊന്നും സംസാരിക്കാതെ ഒക്കെ അദ്ദേഹം ജീവിച്ചു. അങ്ങനെ ജീവിച്ച അദ്ദേഹത്തിന് ഒരു പേര് കിട്ടി. എന്തായിരിക്കും ആ പേര്? ആർക്കേലും പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന് ഒരു പേര് കിട്ടി. ആ കുലത്തിൽ ജീവിച്ചുകൊണ്ട് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും സാരല്ല പിന്നെ കേട്ടാ മതി. അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയും എല്ലാത്തിൽ നിന്നും മാറി അകന്ന് ജീവിച്ചു. അദ്ദേഹത്തിന്റെ പേരെന്തായിരിക്കും? ജഡഭരതൻ. കറക്റ്റ്, അദ്ദേഹത്തിന്റെ പേരാണ് ജഡഭരതൻ. ഇപ്പൊ നിങ്ങൾക്ക് കണക്ഷൻ കിട്ടിയോ? ജഡഭരതൻ ആരാണ്? ഭരത മഹാരാജാവാണ്. മനസ്സിലായില്ലേ? പല ക്ലാസ്സുകളിലും പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾ പല പേരുകളും കേൾക്കും. പക്ഷെ ഇവരാണോ അവരാണോ ഇവര് എന്ന കൺഫ്യൂഷൻ വരും. അപ്പൊ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ച ഭരത മഹാരാജാവ് കൂടുതൽ ബ്രഹ്മത്തെ അറിയാനും മറ്റു കാര്യങ്ങൾക്കുമായി ജീവിച്ചെങ്കിലും അദ്ദേഹം എല്ലാത്തിൽ നിന്നും അകന്നു കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ജഡഭരതൻ എന്ന പേര് കിട്ടി. പിന്നീട് ഒരിക്കൽ അദ്ദേഹം എന്ത് ചെയ്തു? അതിവിശിഷ്ടനായ ഒരു അതീന്ദ്രിയ ജ്ഞാനിയാണെന്ന് രാജാവായിരുന്ന രഘുഗുണൻ മനസ്സിലാക്കി. ഈ ജഡഭരതൻ വലിയൊരു ജ്ഞാനിയാണെന്ന് അന്നത്തെ രാജാവായിരുന്ന ആര് മനസ്സിലാക്കി? രഘുഗണൻ മനസ്സിലാക്കി. ആ ആധ്യാത്മിക പരിശ്രമം, അദ്ദേഹത്തിന്റെ ആ ഒരു ആധ്യാത്മിക പരിശ്രമം അഥവാ യോഗ പരിശീലനം, ഈ ബ്രഹ്മത്തെ അറിയാനുള്ള ആ ശ്രമം ഒരു നിഷ്ഫലമാവില്ല എന്ന് തെളിവാണ് ഈ ഒരു ജീവിത രീതി. കാരണം നമ്മൾ എപ്പോഴെങ്കിലും അറിയണം എന്ന ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ, ജ്ഞാനം ലഭിക്കണം എന്ന ആഗ്രഹം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഒരിക്കലും നമുക്ക് ആ ഒരു ആഗ്രഹം നിഷ്ഫലമായി പോവില്ല എന്ന് ഉറപ്പിക്കാം. നമ്മളെ ഭഗവാനെ കുറിച്ച് അറിയാൻ ഒരു ചെറിയ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ മുട്ടിട്ട് കഴിഞ്ഞാൽ ആ ആഗ്രഹം ഒരിക്കലും നിഷ്ഫലമാവില്ല. അദ്ദേഹം അതറിയാനുള്ള എന്തെങ്കിലും ഒരു വഴി നമുക്ക് കാണിച്ചു തരും. മനസ്സിലായില്ലേ? അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ജഡഭരതന്റെ ജീവിതം.
ക്ലിയർ? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് യോഗികൾക്ക് കൃഷ്ണാവബോധത്തിൽ പൂർണ്ണത കൈവരിക്കുന്നതിന് നിരവധി അവസരങ്ങൾ തരും. ഒരുപാട് അവസരങ്ങൾ ഭഗവാനെ അറിയാൻ നമുക്ക് ജീവിതത്തിൽ തരും. പല 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 അവസരങ്ങൾ തരും. പക്ഷെ അതൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, തട്ടി മാറ്റി കളയരുത്. ഏതൊരു പുൽക്കൊടി തുമ്പിൽ നിന്നും നമ്മൾ ഭഗവാനെ അറിയേണ്ട അവസ്ഥയുണ്ട്. ചെറിയ കാര്യത്തിൽ നിന്ന് പോലും നമുക്ക് ഭഗവാനെ അറിയാനുള്ള അവസരമുണ്ട്, അനുഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾ എങ്ങനെയാണ്? അതാരാ, അവനാരാ എന്നെ പഠിപ്പിക്കാൻ, ഇവരാരാ എന്നോട് പറഞ്ഞു തരാൻ? ആ ഒരു ചിന്തയാണ്. ഒരിക്കലുമല്ല. ചെറിയ കുഞ്ഞുങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഭഗവാനെ അറിയേണ്ടി വരും. വലിയ ആളുകളിൽ നിന്ന് പോലും നമുക്ക് ഭഗവാനെ അറിയേണ്ടി വരും. ചില ആൾക്കാര് 10-70 വയസ്സായിട്ടും അഹങ്കാരബോധത്തോടെ ജീവിക്കുന്നവരുണ്ട്. ഞാനെന്ന ഭാവത്തിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാം അറിയാമെന്ന തോന്നലിൽ ജീവിക്കുന്നവരുണ്ട്. ബിഗ് സീറോ ആണ്. ഒരു കാര്യമില്ല. എല്ലാം അറിയുന്ന വ്യക്തി എന്നും ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും. അവരൊരിക്കലും വയലന്റ് ആവില്ല എന്ന് കരുതി പൂർണ്ണമായിട്ട് അങ്ങോട്ട് എന്താ പറയാ, യോഗികളെ പോലെ ആവില്ല കേട്ടോ. അതും നമ്മൾ മനസ്സിലാക്കണം. പൂർണ്ണമായിട്ട് ഗോസ്വാമിമാരെ പോലെ ഒന്നും ജീവിക്കാൻ നമുക്ക് ആർക്കും പറ്റൂല. എനിക്കും പറ്റൂല, നിങ്ങൾക്കും പറ്റൂല, ആർക്കും പറ്റൂല. മേ ബി ചില ആളുകൾക്ക് സാധിക്കുമായിരിക്കും. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ചില സമയങ്ങളിൽ നമ്മൾ ദേഷ്യപ്പെടേണ്ടടുത്ത് ദേഷ്യപ്പെട്ടു പോകും. ചില സമയത്ത് നമുക്ക് വയലന്റ് ആവേണ്ടി വരും. ചില സമയത്ത് സ്നേഹമായിട്ട് നിൽക്കേണ്ടി വരും. ഇതൊക്കെ മനുഷ്യന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങളാണ്. അല്ലാതെ ഞാൻ ഇങ്ങനെയാണ്, കൃഷ്ണാവബോധത്തിലാണെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഒരേ മനസ്ഥിതിയിൽ ജീവിക്കാനൊന്നും ഈ കലിയുഗത്തിൽ എനിക്ക് തോന്നുന്നില്ല ആർക്കെങ്കിലും ഒക്കെ പറ്റുന്നു. ചില ആളുകൾക്ക് പറ്റും, അതിപ്പോഴും ഞാൻ പറയുന്നു. ചില വ്യക്തികൾക്ക് പറ്റും. അവര് വളരെ അനുഗ്രഹം സിദ്ധിച്ചവര്, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നവര്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരട്ടെ എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചെറിയ വ്യക്തികളിൽ നിന്നും വലിയ ആൾക്കാരിൽ നിന്ന് പോലും നമുക്ക് ഭഗവാനെ കുറിച്ച് അറിയാനുള്ള ഓരോരോ നിമിഷവും നമുക്കുണ്ട്. അത് നമ്മൾ അതേപോലെ വിനിയോഗിക്കണം. നമ്മളുടെ ഇന്നലകൾ എന്തായിരുന്നു എന്നല്ല, നമ്മൾ ഇന്നിൽ എന്താണ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് നമുക്ക് എന്താണ് ഭഗവാനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരവസരം ഉണ്ടാവും. അതിന് നമ്മൾ എത്രത്തോളം ഭഗവാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് അടുക്കാൻ പറ്റുമോ അത്രത്തോളം അടുക്കാൻ ശ്രമിക്കാം. അതിനൊരു ഐശ്വര്യം വേറെ തന്നെയാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിയുന്തോറും അദ്ദേഹം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരികയാണ്. കുഴിക്കുന്തോറും വെള്ളം കാണും കിണറിൽ. അതേപോലെ ആ പ്രതീക്ഷയോടെ നമ്മൾ അദ്ദേഹമായിട്ട് അടുക്കാം. അദ്ദേഹം വരും, വരാതിരിക്കില്ല. അത്യാപത്ത് ഘട്ടത്തിൽ അദ്ദേഹം നമ്മളെ കൈപിടിക്കും. നമ്മളായിരിക്കും ഭഗവാനെ ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥയിൽ എത്തിപ്പോയില്ലേ എന്ന് ചിന്തിക്കും. പക്ഷെ അവിടെ വീണു പോവില്ല. ഭഗവാൻ അവിടുന്ന് പൊക്കിയെടുക്കും. ഉറപ്പായിട്ടും പൊക്കിയെടുക്കും. ചിലപ്പം പണം കൊണ്ടോ, പേര് കൊണ്ടോ, പ്രശസ്തി കൊണ്ടോ, ബന്ധങ്ങൾ കൊണ്ടോ നേടാൻ പറ്റാത്തത് ഈശ്വരൻ ഒറ്റൊരു ചെറിയ നിസാര കാര്യം കൊണ്ട് ഈശ്വരൻ നേടിത്തരും. അതാണ് ഈശ്വരന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഈശ്വരനെ പഴിക്കാൻ പാടില്ല. ഈ അവസ്ഥയിലോട്ട് ഞാൻ എത്തിയല്ലോ ഭഗവാനെ എന്നൊരിക്കലും നമ്മൾ ചിന്തിക്കരുത്. ഭഗവാൻ ആ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മളെ മാറ്റിത്തരും. ഉറപ്പായിട്ടും മാറ്റിത്തരും. ഞാൻ ഈ വൈകുണ്ഠ ഏകാദശി ദിവസമല്ല പറയുന്നത്, ഭഗവാൻ മാറ്റിത്തരും. അതിന് നമുക്ക് വേണ്ടത് ഒരു കുന്നിക്കുരുവോളം വിശ്വാസമാണ് വേണ്ടത്. ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമാണ് വേണ്ടത്. എന്ത് വന്നാലും ആര് കൈവിട്ടാലും ഈശ്വരൻ നമ്മളെ കൈവിടില്ല, ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് വേണ്ടത്. ബിന്ദമ്മ ഇങ്ങോട്ട് വന്നോളൂ. അവിടെ പോയിരുന്ന് ഉറങ്ങണ്ട. ഇത്രയും നേരം ഉറങ്ങിയിട്ട് മതിയായില്ല? വേണ്ട, അവിടെ വാതൊക്കെ പോയി ഇരുന്ന് ഉറങ്ങുമെന്ന് എനിക്കറിയാം. ഇവിടെ നടന്നോളൂ. ഇനി നമുക്ക് 44-ാമത്തെ ശ്ലോകത്തിലേക്ക് പോവാം. പൂർവാഭ്യസേന തൈനേവ ഹ്രിയതേ ഹൈവശോപി സഹ ജിജ്ഞാസുരഭി യോഗസ്യ ശബ്ദബ്രഹ്മാദി വർത്തതേ എന്ന് വെച്ചാല്, മുജ്ജന്മത്തിൽ സിദ്ധിച്ച ദിവ്യാവബോധത്തിൽ എങ്ങും തേടിപ്പോകാതെ തന്നെ അയാൾ സ്വാഭാവികമായിട്ട് യോഗ സിദ്ധാന്തത്തിൽ ആകൃഷ്ടനായിത്തീരും. ജിജ്ഞാസുവായിരിക്കുന്ന ആ യോഗി ആചാരാനുഷ്ഠാനങ്ങളിൽ ധർമ്മശാസ്ത്ര പ്രമാണങ്ങൾക്ക് അതീതനാണ്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോ ജന്മത്തിൽ ചെയ്യുന്ന പ്രവൃത്തികൾ കൊണ്ടും നമുക്ക് അടുത്ത ജന്മത്തിൽ ഇങ്ങനെ കൂടുതൽ കണക്ഷൻ കിട്ടും ഭഗവാനുമായിട്ട്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മളൊക്കെ ഭഗവാനെ അറിയാൻ ശ്രമിച്ചവരാണ്, ഭഗവാനുമായിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചവരാണ്. എന്തൊക്കെയോ ബന്ധങ്ങൾ നമ്മൾ ഭഗവാനുമായിട്ട് വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ മരിച്ചുപോയി. അങ്ങനെ ഈ ജന്മത്തിൽ നമ്മൾ എത്തി. ഈ ജന്മത്തിൽ എത്തിയപ്പോഴോ ഭഗവാൻ അതിന്റെ തുടർക്കഥയാണ് നമ്മളിലേക്ക് കാണിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ഭക്തി. അല്ലാതെ അതൊരിക്കലും പെട്ടെന്ന് പൊട്ടിമുളച്ചൊരു ഭക്തിയല്ല നമ്മളിൽ ആരിലും ഉള്ളത്. നമ്മൾക്കെല്ലാം ഉള്ളിലുള്ളത് ജന്മാന്തരങ്ങൾ കൊണ്ട് ഭഗവാനെ ആഗ്രഹിച്ച ഒരു ജന്മമാണ് നമ്മുടേത്. അതുകൊണ്ടാണ് ഭഗവാനോട് നമുക്ക് ഇത്ര ആകർഷണം തോന്നുന്നത്. മനസ്സിലായില്ലേ?
കൃഷ്ണ ഗുരുവായൂരപ്പാന്നറിയാതെ നമ്മുടെ നാവ് കൊണ്ട് വിളിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? എത്രയോ കോടി ജന്മങ്ങളുടെ ബന്ധമാണത്. ഒരു ദിവസം ഒരു നിമിഷം കൊണ്ടുണ്ടായ ഒരു എന്താ പറയാ ഭക്തിയല്ല നമ്മൾക്കുള്ളിലൊന്നും ഉള്ളത്. ആ ഭക്തി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ള ആത്മബന്ധമല്ല. ചില വ്യക്തികൾ ഭഗവാനിൽ അങ്ങനെ നിന്ന് 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 അതിൽ നിന്ന് സ്കിപ്പായി പോകും. അത് അവരുടെ ഏറ്റവും വലിയ ദുരിതത്തിനാണ്. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ റിഫ്ലക്ഷനാണ് ആ കാണുന്നത്. ഒരിക്കലും നമ്മൾ ഭഗവാനെ വിട്ട് കളയരുത്. ഭഗവാൻ ഒരു അദൃശ്യ വസ്തുവാണ്, അല്ലെങ്കിൽ ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ ഭഗവാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നില്ല, ഇങ്ങനെയൊന്നും ചിന്തിക്കരുത്. കാലം തെറ്റാതെ നേരം തെറ്റാതെ അദ്ദേഹം വരേണ്ട സമയത്ത് വന്ന് അദ്ദേഹം ഇടപെടും. അത് നമ്മൾ മനസ്സിലാക്കണം. എവിടെയും ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ തളർത്തിയിടില്ല. ഭഗവാൻ അറിയാം നമുക്ക് ഇത്രത്തോളം സഹിക്കാൻ പറ്റും. നമ്മൾ പറയും അയ്യോ എനിക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ലേന്ന്. പക്ഷെ ഭഗവാൻ അറിയാം നമുക്ക് എത്ര സഹിക്കാൻ പറ്റുമെന്ന് ഭഗവാന് വ്യക്തമായിട്ടറിയാം. ആ സമയം വരെ നമ്മൾ സസ്റ്റെയിൻ ചെയ്യും. അത് നമ്മുടെ കർമ്മഫലങ്ങൾ തീരുന്നതാണ്. പക്ഷെ വീഴാൻ പോകുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴും ഭഗവാൻ അറിയാം അവൻ വീഴൂല എന്നുള്ളത്. നമ്മൾ വിചാരിക്കും തീർന്ന് കഴിഞ്ഞു, പക്ഷെ ഭഗവാൻ അറിയാം വീഴില്ല എന്നുള്ളത്. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? ഒരു കൈ തരും, എണീറ്റോടാ. ആ കൈ ഏത് രൂപത്തിൽ വരും, എങ്ങനെ വരും, ആരിൽ നിന്ന് വരും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് ഭഗവാന്റെ രീതി എന്ന് പറയുന്നത്. ഉത്കൃഷ്ട യോഗികൾ ധർമ്മശാസ്ത്രാപ്രോക്തങ്ങളായ ചടങ്ങുകളിൽ വളരെ താല്പര്യം കാട്ടാറില്ല. പക്ഷെ അത്യുന്നതമായ യോഗ സമ്പൂർണമായിരിക്കുന്ന പൂർണ്ണമായ കൃഷ്ണാവബോധത്തിലേക്ക് ഉയർത്താൻ ഉതകുന്ന യോഗ സിദ്ധാന്തങ്ങളിൽ അവർ തനിയെ ആകൃഷ്ടരാകും. ചില എന്താ പറയാ ഉത്കൃഷ്ട യോഗികൾ, വലിയ അറിവുള്ള ആൾക്കാർ, കുറെ അത് ചെയ്യണം ഇത് ചെയ്യണം മറ്റേത് ചെയ്യണം, ഇതിലൊന്നും ഇഷ്ടപ്പെടില്ല. അവരെന്താ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ജിതേഷ് പ്രഭു, അവരെന്താ ചെയ്യുന്നത്? ഒരു പ്രഹസനത്തിന് നിൽക്കൂല. എവിടെങ്കിലും ഒതുങ്ങിയിരുന്നിട്ട് ഇങ്ങനെ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടേയിരിക്കും. അവിടെ എവിടെയെങ്കിലും ഇരുന്ന് കണ്ണടച്ച് ഏകാഗ്രതയോടുകൂടി ജപിക്കും. ചില വ്യക്തികൾ എങ്ങനെയാന്ന് പറയും, എല്ലാം ഭയങ്കര കാട്ടിക്കൂട്ടലുകളാണ്. കുറെ അതിട്ട് ഇതിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്ത് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര ഒരു പ്രഹസനമായിരിക്കും. നമ്മൾ വലിയ വലിയ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും ഒക്കെ എത്തിച്ചെന്ന് വെറുതെ ഒന്ന് ചുറ്റുപാട് കണ്ണോടിച്ചു നോക്ക്. ചിലവരങ്ങ് ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൃഷ്ണ ഗുരുവായൂരപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരം ഇതായിരിക്കും. നമ്മൾ പെട്ടെന്ന് അവരെ ശ്രദ്ധിക്കും അല്ലെ. ചില വ്യക്തികൾ എങ്ങനെ അറിയാം, എവിടെങ്കിലും ആരും ശ്രദ്ധിക്കാത്തടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ ഭഗവാനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ ഭക്തി എന്ന് ഞാൻ പറയും. കാരണം നമ്മുടെ മനസ്സും വാക്കും ചിന്തയും പ്രവൃത്തിയും എല്ലാം ഭഗവാനിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തെ മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറയണത് ഭയങ്കര മനോഹരമാണ്, വളരെ മനോഹരമാണ്. ചില വ്യക്തികളാണെങ്കിലോ ഭയങ്കര ആടയാഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഞാൻ എന്തോ വലിയ സംഭവമാന്നുള്ള ഭാവത്തിൽ അങ്ങോട്ടേക്ക് വേറെ ഒരു ലെവലിൽ വന്നങ്ങ് നിൽക്കും. എന്നിട്ടോ കൃഷ്ണ കൃഷ്ണ ദേവി എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമായിരിക്കും. ഇതൊന്നും വേണ്ട. ആ ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരും നിശബ്ദമായി ഹൃദയത്തിൽ ആ മൂർത്തിയെ ആരാധിക്കുകയാണെങ്കിൽ ക്ഷേത്രം എത്ര നിശബ്ദതയായിരിക്കും. ചിന്തിച്ചോക്ക്, ക്ഷേത്രം എത്ര നിശബ്ദതയായിരിക്കും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളിൽ കയറി കഴിഞ്ഞാൽ 1-ാം ക്ലാസ്സിൽ കയറിയ പോലെയാ. ഭയങ്കര ബഹളമാണെന്നേ. കളവല 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 എന്തൊക്കെയാണ് സംസാരിക്കണേ നമുക്ക് തന്നെ അറിഞ്ഞൂടാ. ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് എനിക്ക് ഇറിറ്റേഷനാവും. ഞാനിങ്ങനെ ചിന്തിക്കും, ഇവർക്കൊന്നും വായ പൂട്ടിയിരുന്നൂടെ ഇത്, അല്ലെങ്കിൽ ജപിച്ചൂടെ ഇത്. ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ കഥകളൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് എല്ലാവരും ജപത്തിൽ മാത്രം നിശബ്ദമായി കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ എത്ര മനോഹരമായിരിക്കും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കേട്ടോ ഈ പള്ളികളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര നിശബ്ദതയാണ്. അവിടെ ആരെന്ത് പറയുന്നു, അവിടുത്തെ മെയിൻ പുരോഹിതൻ എന്ത് പറയുന്നു, ആ ശബ്ദം മാത്രമേ അവിടെ കേൾക്കൂ. പക്ഷെ നമ്മുടെ ക്ഷേത്രങ്ങളിൽ അങ്ങനെയല്ല. നമ്മുടെ ക്ഷേത്രങ്ങളിൽ വല്ലാത്തൊരു ശബ്ദമാണ്. അതൊക്കെ നമ്മളെല്ലാവരും മാറ്റണം. ക്ഷേത്രത്തിന്റെ അകന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇടാണ്. അവിടെ നിശബ്ദത പാലിക്കണം. ആ നിശബ്ദമായിരിക്കുന്ന അവസ്ഥയിലാണ് ഓരോരുത്തർക്കും ഭഗവാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അപ്പൊ നമ്മൾ വളരെ വേദനയോടുകൂടി പോവാണ്. അപ്പൊ വേദനയോടുകൂടി പോകുമ്പോൾ നമ്മൾ ഒരു ഏകാഗ്രത വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ. അപ്പൊ ചുറ്റുപാടും ഇങ്ങനെ കുറേ ആൾക്കാർ കിടന്ന് ഇങ്ങനെ കലകല കലകല കലകളെന്ന് സംസാരിക്കുമ്പോൾ നമുക്കൊരു ഏകാഗ്രത കിട്ടില്ല. ഒന്നും വേണ്ട. ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ശ്രീകോവിലിന്റെ അങ്ങോട്ടേക്ക് കയറുന്ന സമയത്ത് വെറുതെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അത് പറഞ്ഞ് ഇത് പറഞ്ഞ് ചിരിച്ച് കുറെ കൈകാട്ടി വിളിച്ച് അവിടെ എത്തുന്നത് വരെ അതാണ് പരിപാടി.
എത്തിക്കഴിഞ്ഞാൽ അയ്യോ നാരായണ കൃഷ്ണ എന്നും പറഞ്ഞിട്ട് ഒരു ആർപ്പുവിളി. ഇതിന്റെ ആവശ്യം എന്താ? എപ്പോ അദ്ദേഹത്തിന്റെ തിരുമുറ്റത്ത് കാല് വെക്കുന്നോ ആ സമയം മുതൽ നിശബ്ദത പാലിക്കാൻ പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ മനസ്സമാധാനം എന്ന് പറയുന്നത്. നമ്മൾ എന്തിനാ ക്ഷേത്രത്തിൽ ഓടിക്കോണത്? ആ ശ്രീകോവിലിൽ ഇരിക്കുന്ന ഭഗവാനെ കാണാനാണോ? അല്ല, നമുക്ക് അദ്ദേഹത്തെ കാണണം, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, കാണണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലുള്ള അത്രയും എടുത്താ പൊന്താത്ത വേദനകള്, പ്രയാസങ്ങള്, നമ്മുടെ ആവശ്യങ്ങള്, നമ്മുടെ ദുരിതങ്ങള്, നമ്മൾ സഹിക്കാൻ പറ്റാത്ത പൊട്ടിപ്പോകുന്ന ഹൃദയത്തോടു കൂടി ആരോടും പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങള്, ഇതെല്ലാം ആ ഭഗവാന്റെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാനാണ് ഇത്ര കണ്ട വഴിയകലം നമ്മൾ ഓടിയെത്തുന്നത്, അല്ലെ? നമ്മളൊരു 10 പേര് വിചാരിച്ചാൽ കൂട്ടത്തിൽ നിൽക്കുന്ന 10 പേര് വിചാരിക്കും അവര് സംസാരിക്കുന്നില്ല, അപ്പൊ നമ്മളും നിശബ്ദമായിരിക്കണം, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ അത്രയും ഏകാഗ്രത കിട്ടേണ്ട ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രം മുറ്റം എന്ന് പറയുന്നത്. അവിടെ ദൈവത്തോർത്തിട്ട് ഈ പറയുന്ന അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി കിട്ടിയാൽ തന്നെ പകുതി ആശ്വാസം നമുക്ക് ലഭിക്കുന്നുള്ളതാണ്. പകുതി ആശ്വാസം നമുക്ക് ലഭിക്കും. നമ്മൾ എത്തുന്നിടത്ത് അമ്പലത്തിന്റെ അനൗൺസ്മെന്റ് പോയിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ പോയിക്കോട്ടെ, ഈ കളവള സംസാരങ്ങൾ ഒഴിവാക്കണം ക്ഷേത്രത്തിൽ. അത് ശരിയല്ല. ഓരോ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് നിശബ്ദത പാലിക്കുക, നിശബ്ദത പാലിക്കുക. അത് വെറും ബോർഡായിട്ട് അവിടെ തൂങ്ങാണ്. അതൊരിക്കലും ഒരു എന്താ പറയാ, നമ്മുടെ ഭക്തർ എന്തുകൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല? അറ്റ്ലീസ്റ്റ് നമ്മളെ കൂട്ടത്തിൽ വരുന്നവരോടെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക, കുറച്ചിരം മിണ്ടാതിരിക്കും, കുറച്ച് സമയം മിണ്ടാതിരിക്കും, ജപിക്കും വേണ്ട, ഇനി ജപിക്കും വേണ്ട എന്ന് പറയുന്നു ഞാൻ. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഒരു അവലോകനം ചെയ്യൂ, ആലോചിക്കൂ. ഞാൻ എപ്പോഴും ക്ഷേത്രനടയിൽ എത്തുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈശ്വര ഞാൻ ഇത്ര കാലം എന്ത് ചെയ്തു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് എവിടെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഞാൻ എത്ര ശരികൾ ചെയ്തു, ഞാൻ എത്ര തെറ്റുകൾ ചെയ്തു, ഞാൻ ഇനിയും ഭഗവാനോട് അടുക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ഉപകാരം ഉണ്ടായി, ഗുരുവായൂർ അമ്പലത്തിന്റെ നടക്കിലുള്ള റീൽസ് ഒഴിവായി കിട്ടി. അതൊരു വലിയ മനസ്സമാധാനമാണ്. ഇനിയും അങ്ങനെ കുറെ കാര്യങ്ങളിൽ മാറ്റം വരാനുണ്ട്. ഈ ജനലും കമ്പിയും വെച്ച പോലത്തെ വസ്ത്രങ്ങള്, അതൊക്കെ കുറെ മാറ്റം വരാനുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളില്. ജീൻസ് ഇട്ട് കയറുന്നത്, ഇതൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞ് നിശബ്ദമല്ലാത്ത അവസ്ഥയിൽ നിന്ന് ക്ഷേത്രാങ്കണങ്ങൾ നിശബ്ദതയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഭയങ്കര സുഖം. നമ്മൾ ഈ കൊട്ടിയൂര് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴേ ചില ക്ഷേത്രങ്ങളുണ്ട് ഭയങ്കര നിശബ്ദമായിരിക്കും. അയ്യോ, അവിടേക്ക് ചെല്ലുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഭയങ്കര ഏകാഗ്രതയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റും. ചുറ്റുപാടുകളിലൊന്നും അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാവില്ല, ഒന്നുണ്ട്. ഈവൻ മൊബൈൽ വരേക്കും സൈലന്റിലിട്ട് കയറാൻ സാധിച്ചാൽ അതിനേക്കാൾ വലിയൊരു ആനന്ദം വേറെ ഇല്ലാന്ന്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക, നമ്മളെ കൂടെ വരുന്നവരെ സൈലന്റ് ആക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ മക്കളെ ഇവിടുന്ന് സംസാരിക്കാൻ പാടില്ല പുറത്തിറങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര രസമാണ്. അതാണ് ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? കുറച്ച് നാൾ മുമ്പേ ഞാൻ വിവേകാനന്ദ പാറയിൽ പോയപ്പം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു മെഡിറ്റേഷന് ഭയങ്കര സുഖമുള്ള സ്ഥലമാണെന്ന്. കഷ്ടപ്പെട്ട് ബോട്ടിലൊക്കെ കയറി വിവേകാനന്ദ പാറയിൽ അമ്പലത്തിലെത്തിയപ്പോൾ അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി എന്നായിരുന്നു എനിക്ക്. അത്രയും ബഹളമായിരുന്നു അവിടെ. പിന്നെ എന്തിനാ മെഡിറ്റേഷൻ ഓടുന്നത്? ക്ഷേത്രാങ്കണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവനും നമ്മളുമായിട്ടുള്ളൊരു സംവാദം നടക്കുന്ന സ്ഥലമാണ്. മനസ്സിലായില്ലേ? ഒരു മൂർത്തി അവിടെ നിശബ്ദമായി നമ്മളെ നോക്കിയിരിപ്പുണ്ട്. അദ്ദേഹത്തിനോട് നിശബ്ദമായി നമ്മൾ കാര്യങ്ങൾ സമർപ്പിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രാങ്കണം എന്ന് പറയുന്നത്. അവിടെ വേണ്ടത് നിശബ്ദതയാണ്. ആ നിശബ്ദതയെ ബ്രേക്ക് ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഇറിറ്റേഷനാണ്. അപ്പോൾ അവിടെ മണിയടികൾ ഉണ്ടായിക്കോട്ടെ, മറ്റു കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, ക്ഷേത്രങ്ങളുടെ അനൗൺസ്മെന്റ് ഉണ്ടായിക്കോട്ടെ. ഇത് ഗുരുവായൂരമ്പലത്തിലൊക്കെ പാവം എനിക്ക് തോന്നിയിട്ടുണ്ടാണ്. അവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു കാര്യം വല്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്നറിയോ, അവര് കിടന്നിട്ട് ബഹളം കൂട്ടി 3, 4, 10 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലായിരിക്കും ഒരു മെസ്സേജ് 10 പേരിലേക്ക് എത്തുന്നത്. അത്രയും ഇറിറ്റേഷനാണ് നമ്മുടെ ക്ഷേത്രാങ്കണങ്ങളിൽ പബ്ലിക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റാൻ നമ്മൾ എല്ലാവരും ഓരോരുത്തരും ശ്രമിക്കുക. അപ്പൊ എന്താ പറയുന്നത്, നമ്മൾ കൃഷ്ണാവബോധത്തിലേക്ക് ഉയരണമെങ്കിൽ ആദ്യം വേണ്ടത് നിശബ്ദമായിരിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. ബഹളം കൂടിയ ഒരു അന്തരീക്ഷത്തിൽ ഇരുന്നു കൊണ്ട് ഒരിക്കലും കൃഷ്ണാവബോധത്തിൽ വരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തൊക്കെ ആളുകൾ കാട് കയറി പോകുന്നതും ഹിമാലയത്തിൽ പോണൊക്കെ. ഏകാഗ്രത അത് ജീവിതത്തിൽ വളരെ അത്യാവശ്യമാണ്. ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഏകാഗ്രമായിട്ടിരിക്കാം. ഞാൻ വരുന്നുണ്ട് പ്രഭു, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല, കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ വരുന്നുണ്ട്. അപ്പൊ നിശബ്ദതയോടുകൂടി നമ്മൾ ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചാൽ 10 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ മതി, നമ്മുടെ മനസ്സിന്റെ കുറേ ഭാരം ചുരുങ്ങും. ഭഗവാൻ നമ്മളെ കാത്തോളും.
ഉറപ്പാണ്, കൈവിടില്ല. അപ്പോൾ അവർ തനിയെ ആകൃഷ്ടരാകുന്നു, കൃഷ്ണാവബോധത്തിൽ, കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് തനിയെ ആകർഷിക്കപ്പെടുന്നു. ബാക്കി സമയം കളിച്ചോ ചിരിച്ചോ ബഹളം കൂട്ടിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ പ്രാർത്ഥിക്കാൻ എടുക്കുന്ന ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ്, ഒരു 10 സെക്കൻഡ്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലെത്തുന്ന ആ നിമിഷം അവിടെ നിശബ്ദത പാലിക്കാൻ ശ്രമിക്കാം. ഉത്തമരായിരിക്കുന്ന അതീന്ദ്രിയ ജ്ഞാനികൾക്ക് വേദചാരങ്ങളോടുള്ള അവഗണനയെ ഭാഗവതം വിവരിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? അഹോബദശ്വജോ തോഘരിയാൻ യജ്ഞിഗ്രാഹ വർത്തതേ നാമതുഭ്യം തേപുസ്തപ്തേ ജുഹുവു സ്നനുരാധ്യ ബ്രാനുചുർനാമ ഗൃണന്തിയേധേ. ഇതാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഭഗവാൻ ചണ്ഡാളന്മാരുടെ കുടുംബങ്ങളിൽ പിറന്നവരായാലും അവിടുത്തെ നാമം ഉച്ചരിക്കുന്നവർ ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ്. ഒരു താഴ്ന്ന കുലത്തിൽ, ചണ്ഡാള കുലത്തിൽ ജനിച്ചോട്ടെ, വിരോധമില്ല. ബ്രാഹ്മണർക്ക് മാത്രമാണ് ഭഗവാനെ പൂജിക്കാൻ അവകാശം ഒന്നുമില്ല. ഞാൻ ബ്രാഹ്മണനാണ് എന്ന് പറയുന്ന അഹങ്കാരവും വേണ്ട. ഭഗവാൻ നൽകിയ ഒരു സെലക്ഷനാണത്. എപ്പ വേണമെങ്കിലും ഇന്ദ്രിയങ്ങൾക്ക് പിന്നാലെ പോയാൽ ആ സെലക്ഷനിൽ നിന്ന് താഴെ പോകാം എന്നാലോചിക്കണം. അല്ലാതെ ഞാൻ ബ്രാഹ്മണനാണ്, എനിക്ക് കുറച്ചും കൂടെ ഉയർന്ന പദവിയുള്ള ആളാണെന്നുള്ള അഹങ്കാരം ആർക്കും വേണ്ട. ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവർക്കും വേണ്ട. ഏത് സമയവും മനസ്സ് മായയുടെ പിടിയിൽപ്പെട്ടാൽ ആ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ പദവിക്ക് അനർഹരായി തീർന്നു പോകുമെന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അഹങ്കാരബോധം വേണ്ട. ജാതിയുടെ പേരിൽ ഒരു അഹങ്കാരബോധവും വേണ്ട. എല്ലാവരും തുല്യരാണ്. ഭഗവാന്റെ നാമം ജപിക്കുന്നവരാരായാലും തുല്യരാണ്. എത്ര താഴ്ന്ന ജാതിയിലും എത്ര താഴ്ന്ന രീതിയിൽ ജീവിക്കേണ്ടി വന്നാലും ഭഗവാന്റെ നാമം ജപിക്കുന്നുണ്ടോ അവരാരാണ്? ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ചവരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ നാമമാണോ ജപിക്കുന്നത്, ആ വ്യക്തി ആധ്യാത്മികമായി ഏറെ പുരോഗമിച്ച വ്യക്തിയാണ്. അവർ തീർച്ചയായും എല്ലാത്തരം തപസ്സുകളും യജ്ഞങ്ങളും ഒക്കെ ചെയ്തവരാണ്. മനസ്സിലായില്ലേ? എത്ര താഴ്ന്ന രീതിയിൽ ജനിച്ചാലും ശരി, നമ്മൾ മനസ്സിലാക്കണം, ഭഗവാന്റെ നാമമാണോ ജപിക്കുന്നത്, ആ വ്യക്തി ഈ ഒരു ദിവസം കൊണ്ടുണ്ടായ ഒരു വ്യക്തിയല്ല. അനേകായിരം ജന്മങ്ങൾ കൊണ്ട് ഈശ്വരനെ അടുത്തറിയാൻ ശ്രമിച്ച ആൾക്കാരാണ്. അതിന്റെ ഫലമാണ് അവരിപ്പോ ഭഗവാന്റെ നാമം ജപിക്കുന്നത്. ഇന്നോ ഇന്നലെയോ കൊണ്ട് പെട്ടെന്ന് ജപിക്കാൻ പറ്റുന്ന ഒരു നാമമല്ല ഭഗവാന്റെ നാമം. ഭഗവാന്റെ നാമം കോടിക്കോടി കോടിക്കോടി ജന്മങ്ങളുടെ ഫലമായിട്ടാണ് നമ്മുടെ നാവിന്റെ തിരുമുമ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ നാമം ജപിക്കുന്ന ഒരാളെയും നമ്മൾ ഹിംസിക്കരുത്. വെറുതെ ഒരാളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമ 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 രാമ. ഇതല്ല. ഹൃദയം കൊണ്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ പരിശീലിക്കണം. നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഉരുവിടാൻ ശ്രമിക്കണം ഭഗവാന്റെ നാമം. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയവർക്ക് ഭഗവാന്റെ നാമം ഹൃദയം കൊണ്ട് ജപിക്കാൻ സാധിക്കും. ബാക്കിയെല്ലാം കാട്ടിക്കൂട്ടലുകളാണ്. നമ്മളെയായിരിക്കും ഈ ജന്മം എനിക്ക് ഒരു തിരുമുറ്റത്തും എത്താൻ പറ്റിയില്ലല്ലോ ഭഗവാനെ, എല്ലാവരും യാത്ര പോകുന്നു, എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. ഭഗവാനോടൊരു ആധ്യാത്മികമായ ഒരു അടുപ്പം നമുക്കുണ്ടോ? അത് കോടി ജന്മങ്ങൾ കൊണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ സ്നാനം ചെയ്തും അടന്നാതി. ഇന്ന് ഏകാദശി എടുത്തുണ്ടോ? എന്നിട്ടാണ് ഈ ഉറങ്ങണം. ഇന്നലെ രാത്രി എന്തിരുന്നു? ഞാൻ പറഞ്ഞിട്ടുണ്ടായി രാത്രി ഇരുന്ന് കഥ പറഞ്ഞോണ്ടിരിക്കുന്നത്, ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങണം. ഞാൻ കേട്ടതാ. രാത്രി ഇരുന്നിട്ട് എന്നെ ഉറക്കത്തിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഥയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നത്. അവിടെ നിന്നാ മതി, ഉറങ്ങണ്ട. എല്ലാ തീർത്ഥങ്ങളിലും സ്നാനം നടത്തിയ വ്യക്തികൾക്ക് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഭഗവാനെ കൂടുതൽ അറിയാൻ സാധിക്കുന്നത്. വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞവരാണ്. മനസ്സിലായില്ലേ? നമ്മൾ പറയും കുറെ 24 മണിക്കൂറും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഭഗവാന്റെ നാമവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ തള്ളക്ക് വേറെ ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ ഈ തന്തയ്ക്ക് വേറെ ജോലിയൊന്നുമില്ല, അല്ലെങ്കിൽ ഇവക്ക് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അപമാനിക്കപ്പെടുന്ന പല വാക്കുകൾ നമ്മൾ പലരും കേൾക്കുന്നുണ്ട്. പക്ഷെ ഒന്നോർത്തോളൂ, അവരോട് പറയുന്ന ആ ഓരോ വാക്കുകളും ഓരോ അവഗണനയും ഓരോ അപമാനങ്ങളും റബ്ബർ പന്ത് മതിലടിച്ച പോലെ തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. ഒരു സംശയമില്ലാത്ത കാര്യം. ഭഗവാന്റെ നാമം ജപിക്കുന്നവരെ ആരെങ്കിലും അപമാനിച്ചു കഴിഞ്ഞാൽ അവരോട് പറഞ്ഞതിന് ഒന്നല്ല 1000 വാക്കുകളായിട്ട് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു സംശയവും ഇല്ല. കാരണം എന്താ അറിയോ? കോടി ജന്മങ്ങളുടെ ഫലമാണ് അവർ ഭഗവാനെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എത്രയോ പുണ്യ സ്നാനങ്ങളിൽ കുളി കഴിഞ്ഞ് വന്ന ജീവാത്മാക്കളാണത്.
എത്രയോ കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട്, കോടാനുകോടി ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ നാമം ജപിച്ചവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ഈ ജന്മത്തിലും ഭഗവാനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്. അങ്ങനെ വൈദിക ഗ്രന്ഥങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞ് വന്നിരിക്കുന്നവർക്കാണ് അദ്ദേഹത്തിന്റെ നാമം ഒന്ന് ഉരുവിടാൻ സാധിക്കുന്നത്. അതോർക്കണം നമ്മൾ. അങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? അപമാനിക്കാൻ പാടില്ല. അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അമ്മായിയമ്മയായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? അവരെ വേദനിപ്പിക്കരുത്. അവര് ജപിക്കുന്നോ? ജപിച്ചോട്ടെ, അവര് വായിച്ചോട്ടെ, അവര് ഗാനങ്ങൾ ആലപിച്ചോട്ടെ, സദാ നാരായണ നാമം ജപിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ വേദനിപ്പിക്കരുത്. അവരെ ഇഷ്ടത്തിന്, അത് ഭാര്യ ആയാലും ഭർത്താവായാലും ആരായാലും ഈശ്വരീയമായ രീതിയിലൂടെയാണ് അവർ പോകുന്നത്, അനാവശ്യമായ രീതിയിലൂടെയല്ല. അവരൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? വേദനിപ്പിക്കാൻ പാടില്ല, അവരെ കളിയാക്കാൻ പാടില്ല. പിന്നെ കൃഷ്ണ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നും പറയാൻ പാടില്ല. അവർക്കത് പറയാനുള്ള യോഗം സിദ്ധിച്ചത് എത്രയോ കോടി ജന്മങ്ങളുടെ ഫലമാണ്. ഇന്നും ഇന്നലെയും കൊണ്ട് അവരുണ്ടാക്കിയെടുത്തതല്ല. നമ്മുടെ കണ്ണിലാണ് അവർ ഇത്രയും കാലം ഭഗവാനെ അറിഞ്ഞില്ല, ഇപ്പോഴാണ് അവർ വിളിച്ചുകൊണ്ടിരിക്കണത്. നമ്മുടെ കണ്ണിൽ തോന്നുന്ന കാര്യമാണ്. അവർക്കുള്ളിൽ ഒരു ആത്മാവുണ്ട്. ആ ജീവാത്മാവ് കോടി ജന്മങ്ങൾ കൊണ്ടാണ് ഭഗവാന്റെ നാമം അവരിലേക്ക് എത്തിച്ചത്. പക്ഷെ ഈ ജന്മത്തിൽ ഇന്ന ദിവസം മുതലേ ജപിക്കാൻ പാടൂ എന്ന് ഭഗവാൻ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് കാലങ്ങൾ ഇത്രയും ജപിക്കാതെ അവർ പെട്ടെന്ന് ഒരു ദിവസം ജപം തുടങ്ങിയത്. അതിനവരെ ഒരിക്കലും അപമാനിക്കരുത്. അങ്ങനെ അപമാനിച്ചു കഴിഞ്ഞാൽ ആരാണോ അപമാനിക്കുന്നത് ആ വ്യക്തിക്ക് കിട്ടാൻ പോകുന്ന ദുരന്തം എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത ദുരന്തമാണ്. എന്തിനാണ് വടി കൊടുത്ത് അടി വാങ്ങുന്നത്? ഒരു മഹാരോഗം പിടിപെടാൻ ഇത്ര നേരം വേണോ? ഒരു തലവേദന വന്നാൽ മതി ട്യൂമറായി മാറാൻ, ഒരു കുരു വന്നാൽ മതി ക്യാൻസറായി മാറാൻ, അല്ലേ? അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ഭഗവാന്റെ നാമം ജപിക്കുന്ന വ്യക്തികളെ അപമാനിക്കരുത്. അവര് ജപിക്കോ, വായിക്കോ, അവര് ശ്ലോകങ്ങൾ ആലപിക്കോ, വ്രതം എടുക്കോ, എന്തെങ്കിലും ചെയ്തോട്ടെ, നമ്മൾ അതിന് ദ്രോഹിക്കാൻ പോകരുത്. നമ്മൾ ചെയ്തില്ലേലും നമ്മൾ ചെയ്യുന്നവരെ നിന്ദിക്കാൻ പോകരുത്. ഈ ഒരു എന്ത് ചെയ്യാം മൈൻഡിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെ മാറ്റാം. ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ തന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാക്കിയതിന് ഇതിനൊരു പ്രശസ്തമായ ഉദാഹരണമാണ്. ഹരിദാസ് ഠാക്കൂർ എന്ന് പറയുന്നത് നാമാചാര്യനാണ്. ഏറ്റവും കൂടുതൽ ഭഗവാന്റെ നാമം ജപിക്കുന്ന നാമാചാര്യനാണ്. അദ്ദേഹം ഒരു മുസ്ലിം പ്രവിശ്യയിൽ ജനിച്ച വ്യക്തിയാണ്. എന്നിട്ടും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഏറ്റവും കൂടുതൽ മാല ജപിക്കുന്ന ഒരാളാണ് ഹരിദാസ് ഠാക്കൂർ. അദ്ദേഹം ആരായിരുന്നു? നമ്മുടെ കൃഷ്ണന്റെ തന്നെ അവതാരമായിരിക്കുന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരിൽ ഒരു പ്രഥമ ശിഷ്യനായിരുന്നു. മനസ്സിലായില്ലേ? പ്രഥമ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂർജിയെ എന്തുകൊണ്ട് ശിഷ്യനാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുസ്ലിം പ്രവിശ്യയിൽ ഈ ജന്മത്തിൽ ജനിച്ച അദ്ദേഹം കോടി ജന്മങ്ങളുടെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു നാമാചാര്യനായി മാറിയത്. പെട്ടെന്നൊരു ദിവസം എടുത്ത ജപമാലയല്ല അത്. നമ്മൾ ഓരോരുത്തരും ജപമാലയും ക്ലിക്കറും എടുക്കണമെങ്കിൽ നമ്മൾ ആലോചിക്കണം, ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടിയ സംഭവം അല്ലത്. എത്രയോ കോടി ജന്മങ്ങളുടെ ഫലമായിട്ടാണ് അത് ഈ ജന്മത്തിൽ നമുക്ക് എടുക്കാൻ തോന്നിയത്. എടുത്തിട്ടും അദ്ദേഹത്തിന്റെ നാമം ജപിക്കാൻ തുടങ്ങിയത്. ഹരിദാസ് ഠാക്കൂർ ഒരു മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത്. എങ്കിലും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നിങ്ങനെ ഭഗവത് നാമങ്ങളെ ദിവസേന 3 ലക്ഷം തവണ ഉരുവിടുമെന്ന വ്രതം ഒരിക്കലും പിഴയ്ക്കാതെ അനുഷ്ഠിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ ചൈതന്യ ഭഗവാൻ നാമാചാര്യൻ എന്ന പദവിയിലേക്ക് ഉയർത്തി എന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? മുസ്ലിം പ്രവിശ്യയിൽ ജനിച്ചെങ്കിലും ഒരു ദിവസം 3 ലക്ഷമാണ് അദ്ദേഹം ഉരുവിടുന്നത്. നമുക്കൊരു 1728 പ്രാവശ്യം 16 മാല ജപിക്കാൻ പറഞ്ഞ മാതാജി 16 ഒന്നും പറ്റത്തില്ല. ഞാനൊരു 108 പ്രാവശ്യമൊക്കെ എങ്ങനെയും ജപിക്കും. ഇരിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. എന്നാൽ വാട്സപ്പും ഫേസ്ബുക്കിലും നോക്കുന്നതിന് ഒരു കുറവുമില്ല. മനസ്സിലായില്ലേ? കല്യാണത്തിന് പോകാനും വേറെ എവിടെയെങ്കിലും പോകാനും വല്ല കളിയും ചിരിയും വർത്താനവും യാത്ര ചെയ്യാനൊന്നും ഒരു കുഴപ്പവും ഇല്ല. ഉറങ്ങാൻ അത്രയും പ്രശ്നമില്ല. ഹരേ കൃഷ്ണ ജപിക്കാൻ പറഞ്ഞാൽ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, മറ്റേ പല 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 പ്രശ്നങ്ങളാ. ഇനി ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഡിസ്കിന് കംപ്ലൈന്റ്, കാലിന് കംപ്ലൈന്റ്, നിൽക്കാൻ കംപ്ലൈന്റ്, മറ്റേത് കംപ്ലൈന്റ്, അത് ഇത് മറിച്ചത് എന്ന് ഒരുപാട് എക്സ്ക്യൂസുകളാണ്. വീട്ടിൽ അങ്ങനെ, വീട്ടിൽ ഇങ്ങനെ, അമ്മായിയമ്മ, അമ്മായിയച്ഛൻ, ഭർത്താവ്, അത് ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം മാറ്റി വെച്ച് മനസ്സിൽ ജപിക്കുന്നതിന് എന്താ കുഴപ്പം? അല്ല, എന്റെ ചോദ്യം അതാണ്. മനസ്സിൽ ജപിക്കുന്നതിന് എന്താ കുഴപ്പം? ആരെങ്കിലും പറഞ്ഞോ നിങ്ങളോട് മാല എടുത്തോണ്ട് പൂജാ റൂമിൽ പോയിരുന്ന് തന്നെ ജപിക്കണം, പൂജാ റൂം അടച്ചിട്ടിട്ട് ഞാൻ ഇനി ഒരിക്കലും പുറത്തു വരില്ലേ എന്ന് പറഞ്ഞോണ്ട് അവിടെ ഇരുന്ന് ജപിക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞോ? ഒരിക്കലും പറയണം. മനസ്സിൽ ജപിക്കൂ. ഏതെങ്കിലും അമ്മായിയമ്മമാര് കച്ചറ ഉണ്ടാക്കാൻ വന്നു കഴിഞ്ഞാൽ അവരെ പറയുന്നതും കേട്ട് തലകുനിച്ച് നിൽക്കുക. മനസ്സിൽ എന്ത് ചെയ്യുക? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം രാം ഹരേ ഹരേ. അങ്ങനെ ജപിച്ചു നോക്കിക്കേ. വളരെ സിമ്പിളാണ്. അമ്മായിയമ്മ എന്താ വിചാരിക്കാൻ, ഞാൻ എന്ത് പറഞ്ഞിട്ട് അവളൊന്നും മിണ്ടുന്നില്ല, എല്ലാം കേട്ട് നിന്ന് പാവം, ഞാൻ എത്ര കാലമായി അവളെ പറയണു,
എന്തെല്ലാം പറഞ്ഞു. അവൾ അച്ഛനെ പറഞ്ഞു, അമ്മയെ പറഞ്ഞു, കുട്ടിയെ പറഞ്ഞു, ആങ്ങളെ പറഞ്ഞു, ചേച്ചിയെ പറഞ്ഞു, കുടുംബത്തെ പറഞ്ഞു, എല്ലാരെയും പറഞ്ഞു. കല്ല് പോലെ നിന്ന് എല്ലാം കേൾക്കുകയാണ്. നമ്മുടെ ചിന്തകൾ എന്തായിരിക്കണം? നമ്മുടെ ജപം ഹൃദയത്തിൽ പോയിക്കൊണ്ടിരിക്കണം. അവര് പറയുന്നതിനൊന്നിനെ നമ്മുടെ കാതിലേക്ക് എടുക്കരുത്. അങ്ങനെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുടുംബത്തും പ്രശ്നം ഉണ്ടാവില്ലേ, നമ്മുടെ ജപവും കഴിയും. ഏതെങ്കിലും ഭർത്താവ് വന്നിട്ട് നമ്മുടെ അച്ഛനെ അമ്മനെ ഒക്കെ തെറി വിളിക്കാന്ന് കരുതുക. നിങ്ങൾ ആരാ മനുഷ്യൻ എന്നെ പറയാൻ എന്നും പറഞ്ഞ് തിരിച്ചു പറയണ്ട. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം ഹരേ രാം 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 ഹരേ. ഹൃദയത്തിൽ ജപിച്ചുകൊണ്ടിരിക്കുക. അവർ പറയുന്ന മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക. കുറേ കഴിയുമ്പോൾ അവിടെ നിർത്തും. നമ്മുടെ ജപവും 16 മാല കഴിയും. മനസ്സിലായില്ലേ? നമ്മുടെ ജപവും 16 മാല കഴിയും. അങ്ങനെ 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 നമ്മൾ എന്ത് ചെയ്യുക? ജപിച്ച് 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 മുന്നേറുക. അങ്ങനെ ജപിച്ച് മുന്നേറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളുടെ ജീവിതത്തിൽ മുറുക്കി കെട്ടിയിരിക്കുന്ന ഓരോ കെട്ടുകളും തനിയെ അഴിഞ്ഞു വരുന്നത്. എത്ര വലിയ മുറുക്കി കെട്ടിയ കെട്ടും തനിയെ അഴിഞ്ഞു വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇതാണ് ജപത്തിന്റെ പവർ എന്ന് പറയുന്നത്. ജപത്തിന് ഭയങ്കര പവറാണ്. കലിയുഗത്തിൽ നമുക്ക് ജപം കൊണ്ട് മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. ജപം, വായന, സത്സംഗം, ഇതുകൊണ്ടൊക്കെയാണ് കലിയുഗത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നത്. അല്ലാതെ യജ്ഞങ്ങളൊന്നും നടത്താൻ നമുക്ക് സാധിക്കൂല കലിയുഗത്തിൽ. അതിന് മാത്രം ഒന്നും നമുക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ തിരുനാമങ്ങൾ നിരന്തരം ഉരുവിട്ട് പോകുന്നത് കൊണ്ട് മുജ്ജന്മത്തിൽ അദ്ദേഹം വേദോക്തങ്ങളായിരിക്കുന്ന ക്രിയാപദ്ധതികളെയും മറ്റും അനുഷ്ഠിച്ചു കഴിഞ്ഞിരുന്നു. ഇങ്ങനെ ഒരുപാട് അദ്ദേഹം ജപിച്ച് 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 വന്നതുകൊണ്ട് മുജ്ജന്മത്തിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു. അതെല്ലാം അദ്ദേഹത്തിന് ഈ ജന്മത്തിൽ അതിന്റെ ഫലം ലഭിച്ചു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ പരിശുദ്ധി ആർജിക്കാത്ത ഒരാൾക്ക് കൃഷ്ണാവബോധ തത്വങ്ങൾ സ്വീകരിക്കാനോ ഹരേ കൃഷ്ണ നാമം ഉച്ചരിക്കാനോ കഴിയുന്നതല്ല. മുജ്ജന്മത്തിൽ പരിശുദ്ധി നേടിയ ഒരാൾക്ക് മാത്രമാണ് ഈ ജന്മത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കാൻ സാധിക്കുന്നത്. എല്ലാവരാലെയും ജപിക്കാൻ കഴിയുന്ന ഒന്നല്ല കൃഷ്ണന്റെ നാമം എന്ന് പറയുന്നത്. കൃഷ്ണന്റെ നാമം അതീവ രഹസ്യമാണ്, വളരെ ശക്തമാണ്, നിസ്സാരമല്ല ഹരേ കൃഷ്ണ മഹാമന്ത്രം. മനസ്സിലായില്ലേ? സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയുടെ മുമ്പിൽ പെട്ടാൽ അറിയാൻ പറ്റും അവര് ആ കൃഷ്ണമന്ത്രം പറയാൻ കഷ്ടപ്പെടുന്നത്. നാവ് പൊങ്ങാത്ത ഒരാളെ മുമ്പിൽ പോയിട്ട് ഹരേ എന്ന് പറയൂ എന്ന് പറയുമ്പോ ആ വ്യക്തതയില്ലാണ്ട് അവർ പറയാൻ ശ്രമിക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നാക്കുകൊണ്ട് നമുക്ക് എന്നും പറയാൻ സാധിക്കുന്ന കാലത്തിൽ ഹരേകൃഷ്ണ മഹാമന്ത്രം പറയാൻ പറ്റുന്നില്ല, ബാക്കിയെല്ലാം പറയാൻ പറ്റുന്നുണ്ട്. അപ്പോ കൃഷ്ണന്റെ നാമം എന്ന് പറയുന്നത് അതീവ രഹസ്യമാണ്, അതീവ ശക്തമാണ്, എല്ലാത്തിനുമുള്ള മരുന്നാണ്, എല്ലാത്തിനുമുള്ള ഉത്തരമാണ്, എല്ലാത്തിനുമുള്ള സഹായമാണ് കൃഷ്ണന്റെ നാമം. ആ നാമം നമുക്ക് ജപിക്കാൻ സാധിച്ചാൽ അതിനേക്കാൾ പരമമായിട്ട് പുണ്യമായിട്ട് ഒന്നുമില്ല. ആ നാമത്തിൽ എല്ലാ ഉത്തരവും അടങ്ങിയിരിക്കുന്നു. കൃഷ്ണൻ എവിടെയുണ്ട്? കൃഷ്ണനാമത്തിലുണ്ട്. ആ നാമം കൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല? കൃഷ്ണന്റെ നാമം ജപിക്കൂ. ജീവിതത്തിലെ ഓരോ പ്രയാസങ്ങൾ മാറുന്നത് അറിയാൻ പറ്റും. ഭഗവാൻ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്, നീ ഇത്ര ജപിച്ചു കഴിഞ്ഞാൽ നിന്റെ പ്രശ്നം ഞാൻ തീർക്കും എന്ന് ഭഗവാൻ ഒരു നമ്പർ വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ നമ്പർ അറിയില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഓരോ ദിവസവും ജപം കൂട്ടുക. കൂട്ടി 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 വരിക. കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ജപിച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ട് തന്നെ ജപിച്ചുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോവുക. കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ജപിച്ചുകൊണ്ട് കുളിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ആ ചോദിച്ചതിന് കൊടുക്കേണ്ട ഉത്തരമാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇല്ലെങ്കിലോ ജപിച്ചുകൊണ്ട് നിൽക്കുക. അങ്ങനെ 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 നമ്മളിങ്ങനെ ജപിക്കുക. ജപിച്ച് 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 ഭഗവാനുമായിട്ടൊരു വലിയ അടുപ്പം നമുക്കുണ്ടാവും. ആ അടുപ്പം വരുമ്പോഴേക്കും നമ്മുടെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പോകുന്നത് കാണാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാളിതുവരെ അനുഭവിച്ച ഓരോ പ്രയാസങ്ങളിൽ നിന്നും നമ്മൾ പുറത്തു വരുന്നത് കാണാൻ പറ്റും. ഇനി 45-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയത്നാഭ്യന്താമനസ്തു യോഗി സംശുദ്ധ കിൽബിഷ അനേക ജന്മ സിദ്ധസ്തോ യാതി പരം ഗതിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവകൽമശങ്ങളും നീങ്ങി തുടർന്ന് മുന്നോട്ടു പോകാൻ ആത്മാർത്ഥമായി യത്നിച്ചുകൊണ്ടിരുന്ന യോഗിക്ക് അനേക ജന്മങ്ങളിലെ പരിശീലനത്തിനു ശേഷം പരിപൂർണത നേടി പരമ ലക്ഷ്യത്തിലെത്താന്നാ പറയുന്നത്. സർവകൽമശങ്ങളും, അതായത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആത്മാർത്ഥമായി നമ്മൾ അതിനുവേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ ആ യോഗിക്ക്, ആ വ്യക്തിക്ക് ജന്മങ്ങളിലെ അനേക ജന്മങ്ങളിലെ പരിശീലനത്തിനു ശേഷം പരിപൂർണത നേടിയിട്ട് പരമലക്ഷ്യത്തിലെത്താം. ഒരു ജന്മം കൊണ്ടൊന്നും ഭഗവാനിലെത്താൻ കഴിയില്ല കേട്ടോ. ചിലപ്പോൾ എത്തൂലെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ എത്തിക്കും ഭഗവാൻ. കുറെ കോടി ജന്മങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നത്. കോടാനുകോടി ജന്മങ്ങൾ കൊണ്ട്, 1, 2, 3, 4 ജന്മം കൊണ്ടല്ല. എന്നിട്ട് നമ്മൾ കണക്ക് പറയും ഗുരുവായൂരപ്പന്റെ മുന്നിൽ പോയിട്ട്, ഭഗവാനെ ഞാൻ എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നതാണ്, ഞാൻ എല്ലാ വ്യാഴാഴ്ചയും അങ്ങയുടെ അടുത്ത് വന്നുകൊണ്ടിരുന്നു, ഞാൻ എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരുന്നാണ്. അതൊക്കെ ഭഗവാൻ പറയൽ എന്താണെന്നറിയോ? അയ്യോ, അത് നിന്റെ കണക്ക്, നിന്റെ കോടി ജന്മങ്ങളുടെ കണക്ക് എന്റെ കയ്യിലുണ്ടെന്നാ ഭഗവാൻ പറയാ.
നീ ഇത്ര കോടി ജന്മങ്ങൾ കൊണ്ട് എന്റെ നാമം ജപിക്കുന്ന വ്യക്തിയാണ്. മനസ്സിലാവുന്നുണ്ടോ? നീ ഇത്ര കോടി ജന്മങ്ങൾ കൊണ്ട് എന്റെ നാമം ഉരുവിടുന്ന ആളാണ്. നിന്റെ കയ്യിൽ ഇരിക്കുന്ന കണക്ക് ഇത്രയേ ഉള്ളൂ, പക്ഷെ എന്റെ കയ്യിൽ ഇരിക്കുന്ന കണക്ക് ഇതിലും വലുതാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. അങ്ങനെ കോടിക്കണക്കിന് ജന്മങ്ങളുടെ കണക്കുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭഗവാനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ ഒരു 10 വ്യാഴാഴ്ച കൊണ്ടോ, ഒരു 5 വർഷത്തെ വ്യാഴാഴ്ച കൊണ്ടോ, ഒരു എന്താ പറയാ 30-40 വയസ്സുകൊണ്ടോ എത്തുന്ന ഒരു ബന്ധമല്ല കൃഷ്ണനുമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. കൃഷ്ണനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോടിക്കണക്കിന് ജന്മങ്ങൾ കൊണ്ട്, കോടാനുകോടി തവണ നമ്മൾ ഉരുവിട്ടതാണ്. ചിലപ്പോൾ ഈ ജന്മം കൊണ്ട് ഉരുവിട്ടാൽ പൂർത്തിയാവില്ല. മനസ്സിലാവുണ്ടോ? ഭഗവാൻ ഇത്ര അദ്ദേഹത്തിന്റെ നാമം ഉരുവിടണം നമ്മൾ എന്ന് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഉരുവിടുന്നത് വരെ ഭഗവാൻ നമ്മളെ കൊണ്ട് ഉരുവിടിപ്പിക്കും. അതാണ് അതിന്റെ കാര്യം. ധർമ്മനിഷ്ഠവും കുലീനവും ആയൊരു പുണ്യ കുടുംബത്തിൽ ജനിച്ചവർക്ക് യോഗാനുഷ്ഠാനത്തിന് അനുകൂലമാണ് തങ്ങളുടെ പരിതസ്ഥിതി എന്ന ബോധമുണ്ടാവും. അല്ലെ? നമ്മൾ നല്ല ധർമ്മനിഷ്ഠമുള്ള കുലീനമുള്ള ഒരു കുടുംബത്താണ് നമ്മൾ ജനിച്ചതെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ഭഗവാനായിട്ട് അടുക്കും. ഇപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു വീട്ടിലാണ് നമ്മൾ ജനിച്ചെങ്കിൽ അച്ഛൻ അച്ഛന്റെ വഴിക്ക്, അമ്മ അമ്മയുടെ വഴിക്ക്, മക്കളെ വഴിക്കാണെങ്കിൽ അവിടെ രാവിലെ എഴുന്നേക്കണമെന്നോ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണമെന്നോ, ഭഗവാനെ എങ്ങനെ സ്മരിക്കണമെന്നോ, ജപിക്കണമെന്നോ, വായിക്കണമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ചൊട്ടയിലെ ശീലം ചുടല വരെ. ആ വീട്ടിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ വായ നിറച്ചും തെറിയായിരിക്കും. അവരുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിച്ചിട്ടൊരു കുതിരയെ പോലുള്ള ലൈഫായിരിക്കും. എന്ത് വേണമെങ്കിലും ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം, ആരുണ്ട് ചോദിക്കാൻ, ആരുണ്ട് പറയാൻ, ഈ അവസ്ഥയിലായിരിക്കും. അവരെ നിയന്ത്രിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. അങ്ങനെയുള്ള ജന്മങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നശിച്ചു തീരും. അവരുടെ ഫ്യൂച്ചർ പോലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം എന്ത് ചെയ്യരുത്? എത്തിക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, മക്കളെ ഇങ്ങനെ ഇരിക്കണം ജീവിതം, ഇതുപോലെ ഇരിക്കണം. ഈ ഒരു വേർഡ് ഇനി ഇവിടെ വീട്ടിൽ പറയരുത്, ഇങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കരുത്, ഇത് തെറ്റാണ്, ഇങ്ങനെ പറഞ്ഞാൽ അതിന്റെ പരിണിത ഫലം ഇതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ തലമുറയെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ആക്കി കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്നിടത്താണ് ഒരു കുലീനതയുള്ള ധർമ്മനിഷ്ഠമുള്ള ഒരു കുടുംബം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ വ്യക്തികൾ എന്താ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി അവരും ഭഗവാനിലേക്ക് തിരിയും ഭഗവാനിലേക്ക്. ഇല്ലേ? ഇപ്പൊ എൻ്റെ അച്ഛൻ എനിക്ക് ചെറുപ്പത്തിലേ ഇല്ല കിടക്കാൻ സമ്മതിക്കില്ല. എണീറ്റോ 4 മണി എണീറ്റോ മതി കിടന്നത്, ഉച്ചയ്ക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ കിടന്നോ, ഇപ്പൊ കിടക്കണ്ട എന്ന് പറഞ്ഞ് അച്ഛൻ എഴുന്നേപ്പിച്ച് ശീലിച്ചതിന്റെ ഫലമാണ് ഇന്നിപ്പോ ഞാൻ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നത്. ഏറ്റവും നമുക്ക് ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇല്ലേ? അന്നേ എൻ്റെ അച്ഛൻ വിളക്ക് വെക്കുന്നില്ല, പൂജ ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്നാണെങ്കിൽ നമ്മളത് കണ്ട് വളരുന്നില്ല, നമുക്ക് അറിഞ്ഞുകൂടാ എന്താണ്. പക്ഷെ കുഞ്ഞിലേ ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ എന്താ കാണുന്നത്? എഴുന്നേറ്റ് വന്ന് കുളിച്ച്, അച്ഛൻ കുളിക്കാൻ പോകുമ്പോൾ ആ 10 മിനിറ്റ് ഗ്യാപ്പിന് ഞാനും എൻ്റെ ഏട്ടനും കിടന്നുറങ്ങാറുണ്ട്. സത്യം. അമ്മയോട് ചോദിക്കും, അച്ഛൻ എന്തേ? അച്ഛൻ കുളിക്കാൻ കയറി. അയ്യോ, എങ്ങനെയാ 10 മിനിറ്റ് ഉറങ്ങും? എന്നിട്ട് കുളിച്ച് കഴിഞ്ഞിട്ടുള്ള ആ ശബ്ദമല്ലേ, ആ ശബ്ദം കേട്ടാൽ ഞങ്ങൾ ചാടി എണീക്കും. അങ്ങനെ പോലും ഞങ്ങള് ഉറപ്പായിട്ടും മാതാജി, ഉറപ്പായിട്ടും വിഷമിക്കണ്ട കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ അത്രയും ഭയന്ന ഒരു ലൈഫായിരുന്നു നമുക്ക്. പക്ഷെ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ആ ഭയപ്പാടില്ല. ഇപ്പൊ എൻ്റെ വീട്ടിൽ എൻ്റെ ലക്ഷ്മി അങ്ങനെയാണ്. അച്ചച്ച കുളിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് കുറച്ചേരം ബെഡിൽ തലയും വെച്ച് കിടക്കും. അപ്പൊ ഞങ്ങൾ പറയും, ഇതേ ലച്ചു അച്ചച്ചൻ കുളിച്ചു കഴിഞ്ഞിട്ടാ ഓടി വരും പേടിച്ചിട്ട്, എൻ്റെ ഏട്ടനടക്കം. അപ്പോൾ നമുക്ക് അങ്ങനെ ഭയപ്പെടാൻ വീട്ടിലൊരാളുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഭഗവാന്റെ പാതയിലേക്ക് വരും. ഇന്നിപ്പോ നമുക്ക് എത്ര വയ്യെങ്കിലും നമ്മൾ രാവിലെ എത്ര ലേറ്റായി എണീച്ചാലും ആദ്യം ഭഗവാന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും, അല്ലെ? കാരണം എന്താ? നമുക്ക് ഈശ്വരനോടൊരു ഭയമുണ്ട്. അതെന്തുകൊണ്ടാണ്? കുലീനതയുള്ള ഒരു കുടുംബത്തിൽ നമ്മൾ പിറന്നതുകൊണ്ടാണ്. കുലീനത ഇല്ലാത്തൊരു കുടുംബത്തിൽ പിറന്നെങ്കിൽ നമുക്ക് ഈശ്വരനോട് ഭയപ്പാടുണ്ടാവില്ല. വായ നിറച്ചും തെറിയും തോന്നിവാസമായിരിക്കും, തോന്നിയ ലൈഫായിരിക്കും. ഒരു വൃത്തി അച്ചടക്കോ ഇല്ലാത്ത ലൈഫിലേക്ക് നമ്മൾ പോകും. വ്രതാനുഷ്ഠാനങ്ങളോ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ കുടുംബത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. തലമുറയെ വാർത്തെടുക്കുന്നത് കുടുംബമാണ്. കുടുംബത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതാണ് നമ്മുടെ അടുത്ത തലമുറ കണ്ടു വളരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ മുജ്ജന്മത്തിൽ മുഴുമിക്കാതെ വിട്ട പ്രവൃത്തി നിറവേറ്റാൻ ദൃഢനിശ്ചയത്തോടെ തുനിയുന്നു. കഴിഞ്ഞ ജന്മം മുഴുവൻ മരിക്കുന്നോളം നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ച് മരിച്ചു. നാരായണ 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 എന്ന് ജപിച്ച് നമ്മൾ മരിച്ചു. അത് അവിടെ തീർന്നെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്? ഒരിക്കലുമല്ല. ഈ ആത്മാവ് പുനർജനിക്കും. ബാക്കി നാമം പൂർത്തിയാക്കാൻ ആ ആത്മാവ് പുനർജനിച്ച് കുലീനതയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച് അവിടെ നിന്ന് വീണ്ടും ആ ആത്മാവ് തുടങ്ങും നാരായണ നാമജപം.
അങ്ങനെ ജപിച്ച് 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 ഏത് ജന്മത്തിൽ പൂർത്തിയാക്കുന്നോ ആ പൂർണ്ണതയോടുകൂടി ആ ആത്മാവ് ഭഗവാനിലേക്ക്, പരമലക്ഷ്യത്തിലേക്ക് ആ ആത്മാവ് എത്തിച്ചേരുന്നു. ഇതാണ് ഒരു ആത്മാവിന്റെ, ഒരു ജീവാത്മാവിന്റെ ജീവിത രീതി എന്ന് പറയുന്നത്. ഭൗതിക കൽമഷങ്ങളിൽ നിന്നെല്ലാം സ്വയം മുക്തനാകുന്നു. അങ്ങനെ ജപിച്ച് 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 അവസാനം ഭൗതികമായിരിക്കുന്ന എല്ലാ ദുഃഖങ്ങളിൽ നിന്ന് ആ ആത്മാവ് മുക്തി പ്രാപിക്കും. അവസാനം അവയിൽ നിന്നെല്ലാം പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടിട്ട് സർവോത്കൃഷ്ടമായിരിക്കുന്ന കൃഷ്ണാവബോധത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതല്ലേ നമ്മൾ അറിയേണ്ടത്. അവസാനം കൃഷ്ണാവബോധത്തിലേക്ക് ആ ആത്മാവ് എത്തിച്ചേരുന്നു. സർവ കൽമഷങ്ങളുമാകുന്ന പരിപൂർണമായിരിക്കുന്ന അവസ്ഥയത്രേ കൃഷ്ണാവബോധം. എല്ലാ ദുഃഖത്തിൽ നിന്നും നമ്മൾ പോയി, എല്ലാ പ്രയാസങ്ങളിലും നിന്നും നമ്മൾ മാറി ഭഗവാനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. നമുക്ക് വേണ്ടേ അങ്ങനെ ഒരു ദിവസവും അങ്ങനെ ഒരു ജന്മവും? എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് പുറത്തു വരണ്ടേ? എന്തെല്ലാം അനുഭവിച്ചു, എത്ര ഉറക്കമില്ലാത്ത രാത്രികൾ. കിടക്കാൻ കട്ടിലുണ്ട്, കിടക്കാൻ വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, സമാധാനമില്ല ജീവിതത്തിൽ, മനസ്സമാധാനം ഇല്ല. ടെൻഷൻ അടിച്ച് നാളെ എന്താവും ആലോചിച്ച് ഉരുകി തീർന്നു നമ്മൾ. ഇനി ഉരുകാൻ വയ്യ അല്ലേ? ഇനി ഉരുകാനൊന്നും ഇല്ല. വിശപ്പറിയുന്നില്ല, ഉറക്കറിയുന്നില്ല, സമാധാനം അറിയുന്നില്ല, സന്തോഷം അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഒരാളെ മുന്നിലൊന്ന് പൊട്ടിക്കരയാൻ പോലും നമ്മുടെ പ്രായം നമ്മളെ അനുവദിക്കുന്നില്ല. ആ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്ന് സമാധാനത്തോടു കൂടി നമുക്ക് ഇരിക്കണം. അതാണ് വേണ്ടത് അല്ലെ? ഇനിയെങ്കിലും ഒന്ന് സ്വസ്ഥമായി ഇരിക്കണം. ആ നാമം ഒന്ന് ജപിക്കണം. ഭഗവാനെ, എനിക്കൊന്ന് ഉറങ്ങിയാൽ മതി, മനസമാധാനത്തോടൊന്ന് ഞെട്ടി ഉണരാതെ ഒന്ന് ഉറങ്ങിയാൽ മതി കൃഷ്ണ എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ട്. അതാണ് നമുക്ക് വേണ്ടത്. അത്രയാണ് നമുക്ക് വേണ്ട. നമുക്ക് കോടികൾ വേണ്ട, ലക്ഷങ്ങൾ വേണ്ട, പേര് വേണ്ട, പ്രശസ്തി വേണ്ട, പണം വേണ്ട, ഒന്നും വേണ്ട. കൃഷ്ണ, എനിക്കൊന്ന് ഉറങ്ങണം. ഞാനൊന്ന് ഉണർന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി ഒന്ന് ചിന്തിക്കാൻ സാധിക്കണം. എനിക്കൊന്ന് ചിരിക്കാൻ സാധിക്കണം. എനിക്കൊന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രുചി അറിഞ്ഞ് കഴിക്കാൻ പറ്റണം. ഇങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേര് നമുക്ക് ചുറ്റുമുണ്ടെന്നറിയാമോ? അപ്പൊ അതിനൊരു റെമഡി എന്ന് പറയുന്നത്, ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൃഷ്ണനാമം മാത്രമാണ്. കൃഷ്ണന്റെ നാമം ജപിക്കൂ. കൃഷ്ണൻ അതിനുള്ള അവസരം നൽകും, ഒരു സംശയവും ഇല്ല. അത് ഹൃദയം കൊണ്ട് ജപിക്കണം. ഇത്രയും കാര്യങ്ങൾ വേണം കൃഷ്ണ, അതുകൊണ്ട് ഇതേ ജപിക്കണം എന്നുള്ള ഒരു ഡീല് വെച്ച് ജപിക്കരുത്. കൃഷ്ണ, ആ വിളിയിൽ ഉണ്ടാവണം എല്ലാം. കൃഷ്ണ എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് വിളിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ വേറെ ഭാവത്തിലേക്ക് എത്തും. ആലോചിച്ച് നോക്കൂ, ഇത് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കൂ. കൃഷ്ണ എന്ന് നമ്മളൊന്ന് ഹൃദയം തുറന്ന് വിളിച്ചു നോക്കൂ. ആ വിളിക്ക് നമ്മളെ കണ്ണടച്ച് വിളിച്ചാൽ കൃഷ്ണൻ ഇങ്ങനെ ഓടക്കുഴലും പിടിച്ച് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഒരു സംശയവും ഇല്ല. ഹൃദയം കൊണ്ടൊന്ന് വിളിച്ചു നോക്കിക്കേ നിങ്ങൾ, കൃഷ്ണാന്ന്. കൃഷ്ണൻ ആ വിളി കേൾക്കും. കൃഷ്ണൻ വരും. എത്ര പേർക്ക് സാധിക്കുന്ന ആലോചിച്ച് നോക്കിക്കേ. ഏറ്റവും നല്ല ഏകാഗ്രതയോടുകൂടി കണ്ണുകൾ അടച്ചൊരു 2 മിനിറ്റ് സമയം നമ്മൾ വെറുതെ ഒന്ന് കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി. കൃഷ്ണൻ വരും, സംശയമില്ലാത്ത കാര്യമാണ്. കൃഷ്ണൻ ഓടി എത്തിയിരിക്കും നമ്മുടെ മുമ്പില്. യാതൊരു സംശയം. ഒരു വിളിയിൽ അദ്ദേഹമുണ്ട്, ഒരു വാക്കിൽ അദ്ദേഹമുണ്ട്. അതാണ് കൃഷ്ണന്റെ പരിപൂർണത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? പക്ഷെ അത് വിളിക്കാൻ സാധിക്കണം നമുക്ക്. അവിടെയാണ് നമ്മുടെ കഴിവ്. വിളിക്കാൻ സാധിക്കണം. നമ്മുടെ മനസ്സ് അതിന് അനുവദിക്കണം. അല്ലാതെ വെറുതെ നമ്മൾ കിടന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് കാര്യം. കൃഷ്ണ എന്ന വിളിയില് കൃഷ്ണൻ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ണുകൾ അടച്ച് പിടിച്ച് ഭഗവാന്റെ തിരുനാമത്തിലേക്ക് നമ്മളൊന്ന് ഏകാഗ്രതയോടുകൂടി ഇരുന്നിട്ട് കൃഷ്ണ ഒന്ന് വിളിച്ചു നോക്ക്. കൃഷ്ണൻ വരും. കൃഷ്ണൻ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കൃഷ്ണൻ വന്നിരിക്കും. കൃഷ്ണനെ ഒരു വിളിക്കപ്പുറത്ത് കൃഷ്ണനുണ്ട്. അതാണ് കൃഷ്ണന്റെ കഴിവ്. പക്ഷെ നമ്മളത് വിളിക്കണം. ഒന്ന് കണ്ണടച്ചിരുന്ന് നോക്ക്. കൃഷ്ണനെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചു നോക്ക്. ആ നീല കളർ ശരീരത്തോടുകൂടി കാലുകൾ പിണച്ചു വെച്ച് ആ വലിയൊരു മരത്തിന്റെ ചുവട്ടില് അദ്ദേഹം നമ്മളെയും കാത്തിങ്ങനെ നിപ്പുണ്ട്. നമ്മൾ ആ ഓടി നടക്കുകയാണ് ആ പുഴയുടെ തീരത്തുകൂടി കൃഷ്ണനെ അന്വേഷിച്ചുകൊണ്ട്. കൃഷ്ണൻ ഇങ്ങനെ നമ്മളെ നോക്കി നിന്ന് ഓടക്കുഴൽ വിളിക്കുകയാണ്. ആ പുല്ലാങ്കുഴൽ വിളിയിൽ നമ്മൾ ഓരോരുത്തരുമുണ്ട്. കൃഷ്ണ എന്ന് നമ്മൾ ഒന്ന് വിളിച്ചാൽ കൃഷ്ണൻ നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃഷ്ണൻ നമ്മളെ നോക്കുന്നു. നമ്മൾ കൃഷ്ണന്റെ അടുത്തേക്ക് എത്തുന്നു. കൃഷ്ണന്റെ തൃപ്പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു. നമ്മുടെ വേദനകളെല്ലാം കൃഷ്ണന്റെ പാതാരവിന്ദങ്ങളിൽ നമ്മൾ സമർപ്പിക്കുന്നു. പൊട്ടിക്കരഞ്ഞു തീർക്കാൻ പറ്റുന്നതെല്ലാം പൊട്ടിക്കരഞ്ഞു തീർക്കുമ്പോൾ കൃഷ്ണൻ നമ്മളെ ചേർത്ത് പിടിക്കുന്നു. അതോടുകൂടി നമ്മുടെ പ്രയാസങ്ങളെല്ലാം മാറി. കൃഷ്ണനോട് നമുക്ക് പറയാനൊന്നുമില്ല അല്ലെ? ഒന്നും പറയാനില്ല. ആകെ ഒന്നേ പറയാനുള്ളൂ, കൃഷ്ണ എനിക്ക് സമാധാനം തരൂ, ശാന്തി തരൂ. എനിക്ക് അത്
മാത്രം മതി കൃഷ്ണ, എനിക്ക് വേറെ ഒന്നും വേണ്ട. കൃഷ്ണന്റെ ആ ഒരു നോട്ടം അത് നമ്മളെ അകത്തേക്കൊന്ന് നോക്കിയാൽ അവിടെ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നമുക്ക് ആലോചിച്ചു. അദ്ദേഹം നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരാനായി, ആ നാമം ഒന്ന് ഉരുവിടാനായിട്ട് അദ്ദേഹം നമ്മളെ നോക്കി നിൽക്കുകയാണ്. കൃഷ്ണ എന്ന് വിളിച്ചാൽ മതി ഹൃദയം കൊണ്ട്. നമുക്ക് കണ്ണുകൾ അടയ്ക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ തിരുസ്വരൂപം നമ്മുടെ കണ്ണിൽ തോന്നും, ഒരു സംശയവും ഇല്ല. ഹൃദയം കൊണ്ട് വിളിച്ചാൽ നമുക്ക് തോന്നും. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എല്ലാ കൽമഷങ്ങളും അകന്ന് പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അത് കൃഷ്ണാവബോധമായി. അല്ലാത്തത് കൃഷ്ണാവബോധമല്ല. വായിച്ചു തീർക്കണമല്ലോ, പറഞ്ഞു തീർക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതൊന്നും കൃഷ്ണാവബോധമല്ല. നമ്മളെ കൃഷ്ണാവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്ന അവസ്ഥ, അതാണ് കൃഷ്ണാവബോധം. അവിടെ നമ്മളിങ്ങനെ ഉറച്ചു നിൽക്കും കൃഷ്ണാവബോധത്തില്. യേശ്വാം ത്വദഗതം പാപം ജനാനാം പുണ്യകർമ്മണാം തേ ദ്വന്ദ്വമോഹന നിർമുക്ത ഭജന്തേ മാം ദൃഢവ്രത എന്നാ പറയുന്നത്. എണ്ണമറ്റ ജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം, എത്രയോ കോടി ജന്മങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്ത പുണ്യകർമ്മങ്ങൾ കാരണം സകല മാലിന്യങ്ങളിൽ നിന്നും മായികമായിരിക്കുന്ന ദ്വന്ദ്ഭാവനയിൽ നിന്നും ഒരുപാട് കോടി ജന്മങ്ങളിൽ നമ്മൾ ചെയ്ത കുറെ പുണ്യകർമ്മങ്ങളുണ്ട്. അതിന്റെ ഫലമായിട്ട് എല്ലാ മായയിൽ നിന്നും നമ്മൾ ആരോ ആണെന്ന് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന കുറെ ഭാവനകളുണ്ട്. ആ ഭാവനയിൽ നിന്നൊക്കെ പൂർണ്ണമായും നമ്മൾ മുക്തി നേടിക്കഴിഞ്ഞാൽ മനുഷ്യൻ പ്രേമപൂർണമായിരിക്കുന്ന ഭഗവത് സേവനത്തിലേക്ക് ഏർപ്പെടും. ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. ഭഗവാന്റെ സേവനമാണ് ഏറ്റവും വലുത്. അദ്ദേഹത്തിന്റെ നാമം ജപിക്കുക, അദ്ദേഹത്തിന്റെ തിരുസ്വരൂപത്തെ അടുത്തറിയുക എന്ന് നമുക്ക് ഒരു ബോധം വരും. ആ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ എന്തായി? ഭഗവാന്റെ സേവനത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തി. അങ്ങനെ എത്തിക്കഴിയുമ്പം കൃഷ്ണനുമായിട്ട് ഒരു വലിയ ബന്ധം നമുക്കുണ്ടാകുമ്പം ആരെന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊരു വിഷമമേ അല്ല. ആര് നമ്മളെ വിട്ടിട്ട് പോണോ, ആര് നമ്മളെ ചേർത്ത് പിടിക്കുന്നു, ആരുണ്ട് ആരില്ല, ആരെന്ത് പറയുന്നു പറയുന്നില്ല, ഇതൊന്നും ഒരു വിഷയമേ അല്ല. നമ്മുടെ ലക്ഷ്യം പരമപവിത്രമായിരിക്കുന്ന കൃഷ്ണന്റെ നാമം മാത്രം. ആ നാമത്തിലൂടെ കൃഷ്ണനിലേക്ക് മാത്രം. ആ പോകുന്ന വഴിയിൽ 10 പേര് കൂടെ വരും, 20 പേര് വിട്ടിട്ട് പോവും, പിന്നെയും 50 പേര് വരും, 100 പേര് പോവും. ഇതൊന്നും നമുക്കൊരു മാറ്ററേ അല്ല. പോണോര് പോവും, വരുന്നോര് വരും. നമ്മൾ എവിടെ ഉണ്ട്? കൃഷ്ണനിൽ മാത്രം. കൃഷ്ണന്റെ സേവനവുമായി കൃഷ്ണനിലേക്ക് മാത്രം നമ്മൾ പോകുന്നു. 1000 പേര് കുറ്റം പറയും, 10,000 പേര് ചേർത്ത് പിടിക്കും, 1000 പേര് തലയിലെടുത്ത് വെക്കും, 4000 പേര് താഴെയിടും, പലതും നടക്കും. ഇതൊന്നും മൈൻഡാക്കണ്ട. പോകാനുള്ളത് പോകും, നിൽക്കാനുള്ളത് നിൽക്കും, വരാനുള്ളത് വരും. അത്രയും ചിന്തിച്ചാൽ മതി. കൃഷ്ണന്റെ നാമാണോ ജപിക്കുന്നത്? കൃഷ്ണൻ കൂടെ ഉണ്ടാവും. നാരായണൻ വേണോ, നാരായണ സേന വേണോ എന്ന് വെച്ചാൽ നാരായണൻ മതി എന്ന് പറയുന്നതാണ് ബുദ്ധി. നാരായണ സേന വേണമെന്ന് പറഞ്ഞാൽ സേനയുടെ എണ്ണം മാത്രമേ കൂടൂ, ശക്തി ഉണ്ടാവില്ല. നാരായണൻ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവവുമായി. ഈ നാരായണനെയാണ് നമുക്ക് വേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ ആ നാരായണ നാമത്തിൽ നാരായണൻ ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി, പരിപൂർണമായിരിക്കുന്ന ഭക്തിയോടുകൂടി, ഭഗവത് നാമത്തോടുകൂടി നമുക്ക് സ്വർഗവാതിൽ ഏകാദശി ആഘോഷിക്കാം. ഓക്കെ, ഇനിയും ക്ലാസ്സുകൾ എടുക്കാം. കുറച്ചൊന്ന് പുറത്തു പോകാണ്ട് പോയി വന്നതിന് ശേഷം വീണ്ടും അടുത്ത ക്ലാസ് എടുത്തു തരാം. സമാധാനത്തോടു കൂടി കാണുക, സമയം പോലെ കാണുക. ലൈവിൽ വരണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഒരാളായാലും ആരും വന്നില്ലെങ്കിലും ലൈവ് എടുത്തിടും. സമയം പോലെ കാണുക. ഓക്കെ, സ്വർഗവാതിൽ ഏകാദശി എല്ലാവർക്കും നന്മയും അനുഗ്രഹവും ശാന്തിയും സമാധാനവും ഭക്തിയും ഭഗവാനോടുള്ള പ്രേമവും എല്ലാം നൽകട്ടെ. ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നൽകട്ടെ. എല്ലാ ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും എല്ലാം പുറത്തു വരട്ടെ. ഭക്തി നൽകി അനുഗ്രഹിക്കട്ടെ ഭഗവാൻ. ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കട്ടെ. ഓക്കെ, നമസ്തേ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേശൻ കി ജയ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീ മാത്രേ നമഃ.